മലയാളി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു രാത്രി കൂടെ വലിയവനായ ദൈവം നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവകൃപയാൽ കാൽവരിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാം എന്ന പ്രോഗ്രാമിന്റെ 149 എപ്പിസോഡിലേക്ക് വളരെ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ വലിയവനായ ദൈവം നമുക്ക് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇത് വളരെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വലിയവനായ ദൈവം എല്ലാ അനുകൂലമായ ചുറ്റുപാടുകളും ഇന്ന് രാത്രി നമുക്ക് നൽകി തരുമാറാകട്ടെ. നാം എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. കർത്താവിന്റെ ദാസൻ വാഞ്ചലിസ്റ്റ് എസ് സഞ്ജീവി അവറുകൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും ആദരവോടും കൂടെ ക്ഷണിക്കും. പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ഈ പ്രത്യേകമായിരിക്കുന്ന സമയത്തിനായിട്ട് സ്തോത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് സന്ധ്യയ്ക്കും രാവിലെയും മുഖ്യമായിട്ട് ഞങ്ങൾക്ക് ഈ നിലയിലുള്ള ഒരു ആത്മീയ കൂട്ടായ്മയ്ക്ക് അവിടുന്ന് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ വിദൂരങ്ങളിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെ ഞങ്ങൾക്ക് ഒന്നിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ അന്യോന്യം ഓർത്തുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകുന്നത് കൊണ്ട് സ്തോത്രം. പിതാവേ, അവിടുത്തെ വചനത്തെ ഞങ്ങൾ വായിക്കുന്നത് പോലെ സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തത് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഞങ്ങളെ പുലർത്തുന്നു. അത് മറ്റ് ദൈവമക്കളുടെ ധൈര്യത്തിനും പ്രത്യാശയ്ക്കുമായിട്ട് അറിയിക്കുവാനും അന്യോന്യം അതോർത്ത് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തന്ന അവസരത്തിനായി സ്തോത്രം. ഈ ശുശ്രൂഷയ്ക്കായിട്ട് നന്ദി പറയുന്നു. നാളുകളായി ഇത് തുടരുവാൻ കർത്താവ് കൃപ നൽകി തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കട്ടെ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും കർത്താവെ അവിടുത്തെ നടത്തിപ്പിന് കീഴിലായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് പ്രോത്സാഹനവും ധൈര്യവും ലഭിക്കുന്നതായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. സുബിനും ജിനുവിനുമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളോട് കരുണ കാണിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെ അവിടുന്ന് സഹായിക്കണം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആദരിക്കണം. ഇതിൽ പങ്കുകൊള്ളുന്ന പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നമുക്കിന്ന് നമ്മുടെ പ്രോഗ്രാം ആരംഭിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഒരുപക്ഷെ നിങ്ങൾ ഫ്ലയറിൽ നോട്ടീസിൽ കണ്ടതുപോലെ വളരെ അനുഗ്രഹീതമായ സാക്ഷ്യം ജീവിതത്തിൽ പേറുന്ന ഒരു കുടുംബത്തെ ദൈവം ഇന്ന് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ ബ്രദർ സുബിൻ എബ്രഹാം ആൻഡ് ഫാമിലി. പ്രിയ ജിനി സഹോദരിയെ കുറിച്ച് ഒരുപക്ഷെ പലർക്കും അറിയാം. ഞാൻ ആ ഫ്ലെയറിൽ എഴുതിയതുപോലെ അഗ്നിശോധനയിലൂടെ വളരെ പുഞ്ചിരിയോടെ കടന്നുപോയ ഒരു കർത്താവിന്റെ ദാസിയാണ്. തീർച്ചയായിട്ടും പ്രിയ കർത്താവിന്റെ ദാസിയുടെ ജീവിത അനുഭവങ്ങൾ നമ്മെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് സാക്ഷ്യമായി തന്റെ ജീവിത അനുഭവങ്ങൾ പറയുന്നത് സിസ്റ്റർ ജിനു സുബിൻ അവറുകളാണ്. പ്രിയ സഹോദരിയെയും തന്റെ ഹസ്ബൻഡ് സുബിൻ ബ്രദറിനെയും വലിയവനായ കർത്താവിന്റെ നാമത്തിൽ മിനിസ്ട്രിയുടെ പേരിൽ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല അവര് ഡാളസിലാണ്. അവിടെ തന്നെ കർത്താവിന്റെ വേലയിലും മറ്റും ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് അവറുകൾ നമ്മോടുകൂടെയുണ്ട്. കർത്താവിന്റെ ദാസൻ പ്രിയപ്പെട്ടവരെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും. പ്രിയ ദൈവദാസനെയും എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാരംഭമായി 2 ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാനുള്ള അവസരമുണ്ട്. പ്രിയമകൾ അക്സാറ്റിയ സന്തോഷ് ആ ഗാനങ്ങൾ ആലപിക്കുന്നതായിരിക്കും. പ്രിയ മകളെയും എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ജിനി സഹോദരിയുടെ വല്ലിപ്പച്ചൻ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് PC കുര്യാക്കോസ്, അവര് റാന്നി മുക്കൂട്ടുതറയിൽ കർത്താവിന്റെ വേല ചെയ്തിരുന്ന ദൈവത്തിന്റെ ദാസനാണ്. അദ്ദേഹം എഴുതിയ 2 ഗാനങ്ങളാണ് ഇന്ന് നമുക്ക് കേൾക്കാനായിട്ട് നമുക്ക് മുമ്പിലുള്ളത്. പ്രിയ അക്സാമോള ഗാനങ്ങൾ ആലപിക്കും. പ്രാരംഭ ഗാനം ജീവന്റെ നാഥനാം യേശു രാജ, ലോകത്തെ സൃഷ്ടിക്കും നാൾക്കു മുമ്പേ എന്നെ നീ സ്നേഹിച്ച കാരുണ്യത്തെ ഓർത്തു ഞാൻ വന്ദനം ചെയ്തിടും. നമുക്ക് ആ ഗാനം കേട്ട് മടങ്ങി വരാം. ആലപിക്കാനായിട്ട് പ്രിയ മകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
താങ്ക് യു അക്സാമൾ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. കർത്താവിന്റെ ദാസൻ ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രിയ പിതാവ് PC കുര്യാക്കോസ് അവറുകൾ ആ ഗാനങ്ങൾ എഴുതിയപ്പോൾ ഞാൻ ആ ഗാനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. പ്രിയ സഹോദരിയുടെ ജിനു സഹോദരിയുടെ പ്രാർത്ഥനയായിരുന്നു ആ ഗാനങ്ങൾ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇനി കേൾക്കാൻ പോകുന്ന പാട്ടും ഒരുപക്ഷെ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഗാനങ്ങൾ തന്നെയാണ്. മന്നവൻ യേശു രാജാവായി വരുമ്പോൾ മഞ്ഞിലെ ദുഃഖമെല്ലാം തീർന്നിടും വേഗത്തിൽ, കണ്ണുനീർ തുടച്ചിടും തന്നുടെ കരങ്ങളാൽ പൊന്മുഖ ശോഭ കണ്ട് എന്നും ഞാൻ ആരാധിക്കും. പ്രിയ സഹോദരിയുടെ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞാൻ ആ ഗാനവും കേൾക്കാനായിട്ട് ഇടയായത്. നമുക്ക് ആ ഗാനം കൂടെ കേട്ട് മടങ്ങി വരാം. മന്നവൻ യേശു എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഗാനം. രാജാവായി വരുമ്പോൾ മണ്ണിലെ ദുഃഖമെല്ലാം തീർന്നിടും വേഗത്തിൽ, കണ്ണുനീർ തുടച്ചിടും തന്നുടെ കരങ്ങളാൽ പൊന്മുഖ ശോഭ കണ്ട് എന്നും ഞാൻ ആരാധിക്കും. കണ്ണുനീർ തുടച്ചിടും തന്നുടെ കരങ്ങളാൽ പൊന്മുഖ ശോഭ കണ്ട് എന്നും ഞാൻ ആരാധിക്കും. രാജാവായി വരുമ്പോൾ മണ്ണിലെ ദുഃഖമെല്ലാം തീർന്നിടും വേഗത്തിൽ, കണ്ണുനീർ തുടച്ചിടും തന്നുടെ കരങ്ങളാൽ പൊന്മുഖ ശോഭ കണ്ട് എന്നും ഞാൻ ആരാധിക്കും. കണ്ണുനീർ തുടച്ചിടും തന്നുടെ കരങ്ങളാൽ പൊന്മുഖ ശോഭ കണ്ട് എന്നും ഞാൻ ആരാധിക്കും. രാജാവായി വരുമ്പോൾ മണ്ണിലെ ദുഃഖമെല്ലാം തീർന്നിടും വേഗത്തിൽ, കണ്ണുനീർ തുടച്ചിടും തന്നുടെ കരങ്ങളാൽ പൊന്മുഖ ശോഭ കണ്ട് എന്നും ഞാൻ ആരാധിക്കും.
താങ്ക് യു എക്സാമോൾ. വളരെ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ. പ്രിയപിതാവിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹീതമായ 2 ഗാനങ്ങളാണ് പ്രിയപിതാവ് രചിച്ച് ഇന്ന് നമുക്ക് കേൾക്കാനായിട്ടിടയായത്. ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ റാന്നി മുക്കൂട്ടുതാറ ഇവാഞ്ചലിസ്റ്റ് PK തോമസിന്റെയും കുഞ്ഞുമോൾ തോമസിന്റെയും 3 പെൺമക്കളിൽ മൂത്ത ആളായി ജിനു സഹോദരി ജനിച്ചു. വിദ്യാഭ്യാസ ശേഷം ഒരു നേഴ്സായി തന്റെ ജീവിതം ഇന്നും മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ റാന്നി കണ്ടംപേരൂർ ബ്രദർ AV അബ്രഹാമിന്റെയും സിസ്റ്റർ അന്നമ്മ തെക്കേതിൽ അവരുടെയും 4 ആൺമക്കളിൽ ഇളയതായ ബ്രദർ സുബിൻ എബ്രഹാമുമായി ഒരു വിവാഹ ബന്ധത്തിലേക്ക് കടന്നു വരികയും അനുഗ്രഹീതമായ ഒരു ജീവിതം മുമ്പോട്ട് നയിക്കുകയും പിന്നീട് പ്രിയപ്പെട്ടവർ ഡാളസിലേക്ക് ചേക്കേറുകയും അവിടെയും ആത്മീയമായ കാര്യങ്ങളിൽ എല്ലാ നിലയിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതം മുമ്പോട്ട് നയിക്കവേ അനേകരുടെ ജീവിതത്തിൽ കൂരിരുട്ട് പകർന്ന ചില പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്കും കടന്നു വന്നു. എന്നാൽ അനേകരെ പോലെ ആ ജീവിതം തകർത്ത് കളവാൻ അനുവദിക്കാതെ പ്രതിസന്ധിയോടെ, പ്രാർത്ഥനയോടെ, പുഞ്ചിരിയോടെ അതിനെ നേരിടുകയും സധൈര്യം അതിന്റെ മുമ്പിൽ വിജയം നേടുകയും ചെയ്ത ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും ഇന്ന് രാത്രി നാം കേൾക്കാനായിട്ട് പോകുന്നത്. പ്രിയ ജിനു സഹോദരി ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സുബിൻ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബത്തെയും പ്രിയപ്പെട്ടവരെ ഇന്റർവ്യൂ ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് അവറുകളെയും എല്ലാ ബഹുമാനത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ഇനിയുള്ള സമയം ഏതാണ്ട് 8:45 വരെയുള്ള സമയം ഉപയോഗിക്കുന്നതിന് വേണ്ടി എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും ആദരവോടും കൂടെ ഞാൻ ക്ഷണിക്കുന്നു. കാൽവറിനാഥത്തിന്റെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കാൽവറിനാഥത്തിൽ നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്നത് ദൈവകാര്യങ്ങളിൽ വളരെ ഉത്സുകരായ ഒരു കുടുംബമാണ്. പുതിയ നിയമത്തിൽ നോക്കിയാൽ അക്വിലാവിനെയും പ്രിസ്കില്ലയെയും പോലെ സുവിശേഷത്തിന്റെ മംഗളനാദം തങ്ങളാൽ ആവോളം ഘോഷിക്കുന്ന ദമ്പതികൾ. ക്യാൻസർ എന്ന മാരക രോഗത്തെ ദൈവകൃപയുടെ ശക്തിയോടെ നേരിട്ട ഒരു കുടുംബം. മുഴുവൻ സമയ ജോലിക്കിടയിലും സമയം കണ്ടെത്തി കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കുടുംബം. നമുക്ക് സ്വാഗതം ചെയ്യാം സുബിൻ എബ്രഹാം ആൻഡ് ജിനു എബ്രഹാം, ഡാലസ്. സ്വാഗതം. സുബിനും ജിനുവും ദൈവഭക്തിയുള്ള കുടുംബങ്ങളിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. നമുക്ക് ആദ്യമായി അവരുടെ പശ്ചാത്തലത്തെ പറ്റി 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യമായി സുബിന്റെ കുടുംബ പശ്ചാത്തലം, മാതാപിതാക്കൾ, വിദ്യാഭ്യാസം, അതുപോലെ രക്ഷയുടെ അനുഭവം, ഈ കാര്യങ്ങളെല്ലാം ചുരുക്കമായി ഒന്ന് പറയുന്നത് നന്നായിരിക്കും. ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന കാൽവറിനാഥം മിനിസ്ട്രിയോടും അതുപോലെ എൻ്റെ സഹോദരനായ ശ്രീ സന്തോഷിനോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. പറഞ്ഞതുപോലെ തന്നെ ഞാൻ റാന്നിക്കടുത്ത് കണ്ണമ്പേരൂരിൽ, എൻ്റെ വീട്ടുപേര് കപ്പമാമൂട്ടിൽ നിന്നാണ്. എൻ്റെ ഫാദർ KB എബ്രഹാം, മമ്മി അന്നമ്മ എബ്രഹാം. അവരുടെ 4 മക്കളിൽ ഇളയ മകനായിട്ട് ജനിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. ചെറുപ്രായത്തിൽ തന്നെ 1989 ഏപ്രിൽ മാസത്തിൽ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനും ഇടയായി തീർന്നു. അതിനുശേഷം ജലത്തിൽ സാക്ഷീകരിക്കുവാനും ഇടയായി തീർന്നു. ഞാൻ ചെറുപ്രായത്തിൽ തന്നെ പിന്നെ US കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ജിനുവും ചുരുക്കമായി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു നന്നായിരിക്കും. പേരൻസ്, എൻ്റെ പപ്പായുടെ പേര് ഇവാഞ്ചലിസ്റ്റ് PK തോമസ്, മമ്മി കുഞ്ഞുമോൾ തോമസ്. ബ്രദർ പറഞ്ഞ പോലെ ഞങ്ങൾ 3 പെൺമക്കളാണ്. എൻ്റെ 2 സിസ്റ്റേഴ്സ് ഓസ്ട്രേലിയയിലുണ്ട്. ഞാൻ മുക്കൂട്ടുതറയിൽ ജനിച്ചു വളർന്നത്. കല്യാണം കഴിഞ്ഞ് അമേരിക്കയിൽ വന്നു. ഞാനൊരു നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നു. രക്ഷയുടെ അനുഭവം പറഞ്ഞാൽ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പയ്യപ്പാടിയിൽ VBSന് വരുമ്പോൾ ജൈനമാമ ഞങ്ങളോട് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് സുവിശേഷം ഷെയർ ചെയ്യുകയും അന്ന് ഞാൻ ഏറ്റു പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു ക്രൂസൈഡിന് വെച്ച് PS സമ്മാനങ്ങൾ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരികയും, ആ വാക്യം എന്നെ അന്ന് ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ എന്നെനിക്കൊരു സംശയം തോന്നി. ഞാൻ വീണ്ടും കർത്താവിനെ ഒന്നുകൂടെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു.
പക്ഷേ അത് കഴിഞ്ഞിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിച്ചു. പക്ഷെ അതൊക്കെ ശേഷം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെയൊക്കെ പോവുകയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ സ്വർഗത്തിൽ പോയാൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന കല്യാണം കഴിഞ്ഞ് 2008 എനിക്കൊരു അനുഭവം ഉണ്ടായി. 2008 ഞാൻ കൂടുതൽ ആത്മീയമായിട്ട് വളരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം എന്നെ ബൈബിൾ സ്റ്റഡി ഫെലോഷിപ്പ് എന്നൊരു മിനിസ്ട്രിയിൽ അങ്ങനെ ഞാൻ അവിടെ ബൈബിള് അവിടെ അതിന് പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ ടീച്ചിങ് ലീഡർ ഒരു ദിവസം ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ ടീന കോട്ടൺ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദോഷിച്ചു എന്നുള്ളൊരു വാക്യം പുള്ളിക്കാരി അത് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു, എന്തുകൊണ്ട് ദൈവം യാക്കോബിനെ കൂടുതൽ സ്നേഹിച്ചു? വാസ് ഹി ബെറ്റർ? അവൻ യേശാവിനേക്കാൾ ബെറ്റർ അല്ല. അവർ രണ്ടുപേരും ഒരുപോലെ കൊള്ളരാത്തവരായിരുന്നു, രണ്ടുപേരും ഒരുപോലെ റെസ്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇനി ഞാൻ നിങ്ങളുടെ തലയൊന്ന് തിരിക്കാൻ പറയുന്നുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു, ആ സെയിം ദൈവസ്നേഹമാണ് നിന്നെയും സ്നേഹിച്ച സ്നേഹം. നമ്മൾക്ക് അത് എൻ്റെ ജീവിതത്തിൽ അന്ന് ഒരു ഭയങ്കര ആഴത്തിൽ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അന്ന് എൻ്റെ ജീവിതത്തിൽ അതിനു മുമ്പേ ഒക്കെ ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ ഇങ്ങനെയൊക്കെ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ദൈവമകളാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടായി. അതുപോലെ എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ എന്നൊക്കെ അതിന് മുമ്പേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഞാനൊന്നും ചെയ്യാതെ എൻ്റെ ഒരു ഗുണവുമില്ലാതെ എന്നെ സ്നേഹിച്ച അതാണ് ദൈവം. അത് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകത്തില്ല എന്നുള്ളൊരു പൂർണ്ണ ബോധ്യവും അന്ന് മുതൽ ദൈവസ്നേഹം എൻ്റെ ജീവിതത്തിൻ്റെ അതായി അതിൻ്റെ സെൻറ്റർ ഫോക്കസ്. അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അങ്ങനെ രക്ഷയുടെ ഉറപ്പ് വളരെ കൃത്യമായി ലഭിക്കുവാനായിട്ട് അന്ന് സാധിച്ചു. സുബിൻ 1999 ആദ്യമായി അമേരിക്കയിൽ എത്തുന്നത്, അല്ലേ? ഡെൻവറിലെത്തുന്നത്. 2005 നിങ്ങളുടെ വിവാഹം. അപ്പോൾ അതിനുശേഷം ജിനുവും ഡെൻവറിലെത്തി. സുബിൻ, എങ്ങനെയായിരുന്നു ഡെൻവറിലെ ജീവിതത്തെ പറ്റി പറയാൻ കഴിയുന്നത്? ജിബിജാൻ പറഞ്ഞ പോലെ 1999 ജൂൺ 23 ഞാൻ US കടന്നു വരുന്നത്. അന്ന് എനിക്ക് വെറും 19 വയസ്സേ ഉള്ളൂ. എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന് ഞാനും എൻ്റെ ബ്രദറും മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ 2 വർഷം എൻ്റെ പപ്പയുടെ ബ്രദറിൻ്റെ കൂടെ ഞങ്ങൾ താമസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ അപ്പാർട്ട്മെൻ്റ് എടുത്ത് മാറി. എന്നാൽ തെറ്റിപ്പോകാവുന്ന അനേക കാര്യങ്ങളുണ്ട്. മാതാപിതാക്കൾ കൂടിയില്ല. എന്നാൽ ഞാനും എൻ്റെ ബ്രദറും ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിപ്പാനും അതിനുശേഷം 2005 ഡിസംബർ 10 ഞങ്ങൾക്ക് വിവാഹിതരായി തീരുവാനും ഇടയായി തീർന്നു. എന്നാൽ നാട്ടിൽ വെച്ച് ആത്മീയമായിട്ടൊക്കെ മുന്നോട്ട് പോയെങ്കിലും ഡെൻവറിൽ വന്നു കഴിഞ്ഞ് സ്പിരിച്വലി എത്രമാത്രം വളർന്നു എന്ന് എനിക്ക് പറയാനായിട്ട് സാധ്യമല്ല. എങ്കിലും ആ സമയത്താണ് ഞങ്ങൾ ഡാളസ് എന്നല്ല, ഡെൻവറിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മലയാളി കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾക്ക് മൂവ് ചെയ്യണമെന്നുള്ളൊരു താല്പര്യവും ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു. അത് ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി ചെയ്യുകയുണ്ടായി. ഓക്കെ, ഡെൻവറിലെ വളരെ രസകരമായ പല അനുഭവങ്ങളും സുബിനും ജിനുവും ഒക്കെ പണ്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിലെ ഒരു അനുഭവം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ജിനു ആദ്യം അമേരിക്കയിൽ വന്ന് ഡ്രൈവിംഗ് തുടങ്ങിയ കാലഘട്ടം. അത് ഈ സമയത്തൊന്ന് പങ്കുവെക്കുന്നത് അവിടെ ഒരു പിരിമുറുക്കമൊക്കെ ഒന്ന് മാറാൻ നല്ലതായിരിക്കും. ജിനു ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ ആദ്യമായിട്ട് ഡ്രൈവിംഗ് ജസ്റ്റ് പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്ത് ജോലിക്ക് പോകുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും അറ്റത്തെ ലൈനിൽ ആരും ഇല്ല, വലിയ ട്രാഫിക് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അവിടെ കയറി സുഖമായിട്ട് പോകാതോർത്ത് അതിലേക്കൂടെ പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ലൈൻ അങ്ങ് തീർന്നുപോയി. പിന്നെ അത് ഷോൾഡറിൽ കൂടെ പോയെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ മച്ചാച്ചനോട്, നിന്റെ ലൈൻ നിർന്നു പോയോ? അതൊക്കെ ഷോൾഡർ ലൈൻ ആണെന്ന് അറിയാതെ അതുവഴി വണ്ടി ഓടിച്ചു. ഓക്കെ, സുബിൻ പറഞ്ഞു ഡെൻവറിൽ നിന്ന് മാറാനുണ്ടായ ഒരു സാഹചര്യം പിന്നീട് ഡാളസിലാണ് വരാനിടയായത്. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചായിരിക്കാൻ ഇടയാകുന്നു. ഡാളസിലേക്ക് മാറാനായിട്ടുള്ള താല്പര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്? മാത്രമല്ല, അത് ഡാളസിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അനേക കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളോട് ചെറിയൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും
ആ, പലപ്പോഴും ആത്മീയമായിട്ട് വളരുവാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഞാനും ജിനുവും ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉള്ളായിരുന്നത്. ആത്മാർത്ഥമായിട്ടിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഞങ്ങൾക്കൊരു വഴി ഒരുക്കി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ അത് പറയുവാണെങ്കിൽ ഒരു വലിയ സ്റ്റോറിയാണ്. കാരണം ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങൾക്കൊരു ഭവനം ഉണ്ടായിരുന്നു, ചെറു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അത് ഒത്തിരി മെസ്സൊക്കെ ആക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പം അത് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പം അതിട്ടിട്ട് ഞങ്ങൾക്കൊരു മൂവിങ് നടക്കത്തില്ല. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ഭവനത്തിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൂവ് ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. അതായിരിക്കും അതിൻ്റെ അവിടെ ഒരു ദൈവിക വെളിപ്പാട് ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഇരുവരും പ്രാർത്ഥിച്ചു. എന്നാൽ അതൊരു അസാധാരണ തോന്നിയിരുന്നത്. കാരണം അങ്ങനെ ആ ഭവനം മേടിക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ ഒന്ന് നാട്ടിലോട്ട് പോയി. ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു, സുബിന്റെ ഭവനം വിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ മൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വിൽക്കാനായിട്ട് ഞങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഉടനെ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നാളെ തന്നെ പേപ്പർ വർക്കൊക്കെ ചെയ്യാം, എനിക്ക് ആ ഭവനം ഇങ്ങനെ തരാമോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാനും ജിനുവും ദൈവസന്നിധിയിൽ മുട്ടുകൂട്ടി പ്രാർത്ഥിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. ഞങ്ങൾ വിൽക്കാനായിട്ട് അന്നേരം ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന് വിത്തിൻ 2 വീക്സിനോട് ഞങ്ങളുടെ ഭവനം വിറ്റു. അന്നേരം ഞങ്ങൾ അവരോട് പറഞ്ഞത്, ഞങ്ങൾക്കൊരു 6 months താമസിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് തരണം, കാരണം ഞങ്ങൾ മൂവ് ചെയ്യാനായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അത് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ 2 മാസത്തിനുള്ളിൽ തന്നെ ഡാളസിലോട്ട് ഞങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് ഇടയായി തന്നെ. ഞങ്ങളൊന്നും ആ ഭവനത്തിന് വേണ്ടി ചെയ്തില്ല, അവരൊന്നും ചെയ്യേണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അവിടെ അതൊരു വലിയൊരു ദൈവിക സാന്നിധ്യം ഞങ്ങൾക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഡാളസിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം സഭ ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് പറയാതിരിക്കുവാനായിട്ട് പറ്റത്തില്ല. കാരണം ഞാൻ അങ്ങനെ എഴുന്നേറ്റ് സംസാരിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നുമല്ലായിരുന്നു. എന്നാൽ പ്രിയ ജോർജ് കുര്യൻ ഡാളസ്, അദ്ദേഹമാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എൻകറേജ് ചെയ്യുകയും അങ്ങനെ കൂടുതലായിട്ട് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും ഇടയായി തീർന്നത്. അതിനുശേഷം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ ജോസ് പന്മനിശ്ശേരി ബ്രദർ, അദ്ദേഹമാണ് കൂടുതലായിട്ട് സുശേഷന്മാരോട് ഒരു സത്യമായിട്ട് ഞാൻ ഇങ്ങനെ പറയുവാണെങ്കിൽ, ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനും എൻ്റെ മദർ ലോയുമായിട്ട് ഒരു ദിവസം വൈകിട്ട് രാത്രി വെളുപ്പിനെ 2 മണി വരെ ഞാൻ തർക്കിച്ചൊരു കാര്യമുണ്ട്. അത് ആരും തെറ്റിദ്ധരിക്കണ്ട. അന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സുശേഷന്മാരെ കുറിച്ച് കേൾക്കുന്നതെല്ലാം നെഗറ്റീവായിട്ടേ ഉള്ളൂ. ആരും പോസിറ്റീവായിട്ട് ഇവരെ കുറിച്ച് പറയില്ല. നമ്മൾ ചിലപ്പം കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അത് കിടക്കും. അപ്പൊ ഞാൻ സുവിശേഷ വിരോധി അങ്ങനൊന്നുമല്ല. എന്നാൽ സുശേഷന്മാരോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു സമയമായിരുന്നു. എന്നാൽ ആ സുശേഷന്മാരെ സ്നേഹിക്കുവാനായിട്ട് ഡാളസിൽ മൂവ് ചെയ്തതിനു ശേഷം എനിക്ക് സാധിച്ചു. അതിന് ഏറ്റവും എന്നെ സ്വാധീനിച്ച വ്യക്തി പ്രിയ ജോസ് പന്മനിശ്ശേരി ബ്രദർ ആയിരുന്നു. അതുകൂടാതെ ജോണി അങ്കിൾ, ജോൺ മാത്യു, അതിനുശേഷമാണ് പ്രിയ ജിബുവും ജെറിയും ഒക്കെയും ആ നിലയിൽ എന്നെയും ഞങ്ങളുടെ കുടുംബത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത്. അത് നന്ദിയോടെ ഓർക്കുകയാണ്. ഡാളസിലേക്ക് വന്നത് ഈ സഭഗ്രഹമായി എന്ന് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ അതേ സഭാ ഹാളിലാണ് ഇരുന്ന് ഈ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇപ്പൊ വളരെ ക്രമമായും സുഗമമായിട്ടൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ആ വാർത്ത വന്നത്, ക്യാൻസർ. സാധാരണ ആരെയും ഒന്ന് ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് അങ്ങനൊരു രോഗം നമുക്കുണ്ട് എന്നുള്ളത്. ജിനു, എങ്ങനെയാണ് പെട്ടെന്ന് വന്ന ആ വാർത്തയെ നേരിട്ടത്? പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ആണ് ഞാൻ ഇങ്ങനെ ഒരു ലംബ് കാണുന്നതും ബയോപ്സിക്ക് അയച്ചു. ആ ബയോപ്സിക്ക് അയച്ച ആ ഒരു ആഴ്ച, അതൊരു മാർച്ച് 7-ാം തീയതിയാണ് ബയോപ്സി ചെയ്യുന്നത്, 2024 മാർച്ച് 7-ാം തീയതി. അത് 13
റിസൾട്ട് വരുന്നത്. അത് ആ ഒരു കുറേ ദിവസങ്ങൾ ഞാൻ ഒത്തിരി സ്ട്രെസ് അനുഭവിച്ച ദിവസം, ഒത്തിരി കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഒത്തിരി ഭയപ്പെട്ടു, വളരെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ദിവസങ്ങൾ തന്നെയാണത്. അതില് എന്നാൽ അതിന്റെ റിസൾട്ട് വരുന്നത് 13-ാം തീയതി 12-ാം തീയതി രാത്രി 12-ാം തീയതി രാവിലെ ദൈവം എനിക്കൊരു വചനം തന്നു. സങ്കീർത്തനം 27:13-14 I remain confident of this. I will declare the goodness of the Lord in the land of living. ആ ഒരു വാക്യം എനിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് തന്നെ തന്നു. ഇത്രയും നാളും എന്നെ നടത്തിക്കൊണ്ട് വന്നതും ആ വാക്യം തന്നെയാണ്. I will declare the goodness of the Lord in the land of living. അതുപോലെ അന്ന് വൈകുന്നേരം, അന്ന് നമ്മുടെ ബീഹാറിലെ സാംസൺ ഡിക്രൂസ് ബ്രദറിന്റെ ചർച്ചിലെ യൂത്തുമായിട്ട് നമ്മുടെ യൂത്ത് ഒരു മീറ്റിംഗ് നടക്കുന്ന അന്ന് സാംസൺ ബ്രദറിന്റെ മോള് അന്ന് വൈകിട്ടൊരു പാട്ട് അവള് പാടിയത് ഹിന്ദിയിലാ. പെട്ടെന്ന് ഞാൻ പറഞ്ഞത്, ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്നു, കർത്താവെ നീ എന്നെ പണിയണമേ, അതുപോലെ ഞാൻ തളർന്നു പോകാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്നുള്ള ഒരു ഹിന്ദി പാട്ട്. അതെന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുകയും ട്രസ്റ്റ്. പക്ഷേ ഞാൻ അറിഞ്ഞില്ല ദൈവം എന്നെ നെക്സ്റ്റ് ഡേയിലെ വാർത്തയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെന്ന് അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ രാവിലെ ആ വേഴ്സ് കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് നാളെ ചിലപ്പോൾ റിസൾട്ട് വരുമായിരിക്കും, എൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ തന്നെ ഉള്ളു വീട്ടിൽ, അച്ചാച്ചൻ ജോലിക്ക് പോയി. അപ്പോഴാണ് ആ ഫോൺ കോൾ വരുന്നത്. അവരെന്നോട് പറഞ്ഞു ഇറ്റ് കെയിം ബാക്ക് ക്യാൻസർ പോസിറ്റീവായിട്ടാണ് വന്നതെന്ന്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഒരു ഷോക്ക്. പെട്ടെന്ന് ഞാൻ തലയിറങ്ങി വീഴാൻ പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അവിടെ പോയി കിടന്നു. പക്ഷെ അത് ഒത്തിരി നേരം അങ്ങനെ നിന്നില്ല. ദൈവം പെട്ടെന്ന് തന്നെ എനിക്ക് ശക്തിയും ബലവും എല്ലാം തന്ന് പിന്നെ ഞാൻ അന്നേരം പോയി പ്രാർത്ഥിച്ച് 1-2 കാര്യങ്ങൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവ് ഈ ക്യാൻസറിനെ നേരിടാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. ഇത് നേരത്തെ ഒക്കെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ഓടിപ്പോയി ഗൂഗിൾ സെർച്ച് ചെയ്യും, അതിൻ്റെ ആൻസർ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അങ്ങനെ ഒരു പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അസുഖം വന്നപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാൻ ഒരു റീസെർച്ചും ചെയ്യത്തില്ല ഈ കാര്യത്തിൽ, ഞാൻ ഒരു ഗൂഗിൾ സെർച്ചും ചെയ്യത്തില്ല. ഇത് ഞാൻ കർത്താവിൻ്റെ കയ്യിലോട്ട് പൂർണ്ണമായിട്ട് കൊടുക്കും. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ കർത്താവ് നീ എന്നെ നയിക്കണം. ഇതിന് ഒരു കുറച്ച് ദിവസം മുമ്പേ ഇതിനോട് ഇതായിട്ടുള്ള ബന്ധമാണെന്ന് എനിക്കറിയത്തില്ല. ദൈവം എനിക്കൊരു വാക്യം തന്നെ, ഞാൻ ദൈവത്തോട് ചോദിച്ചു എനിക്കൊരു വാക്യം എനിക്ക് ഹൃദയത്തിൽ തരാമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു വേഴ്സ്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന തന്നെ പറഞ്ഞ് തന്നതായിട്ട് അനുഭവിക്കാൻ സാധിച്ചു. അന്നേരം അത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ദൈവം, ഞങ്ങളുടെ ഇളയ മോളുടെ ഫെയ്ത്ത്, അവിടെ സങ്കടം വരുമ്പോൾ ഓടി അച്ചാച്ചൻ്റെ തോളയിലോട്ട് പോയിട്ട് ഇങ്ങനെ ചാരി ഇങ്ങനെ കിടക്കും. ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു മകൾ ഓടിപ്പോകുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ നിന്റെ മടിയിലോട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത്, ലോർഡ് ഈ സ്റ്റോം, ഞാനൊരു സ്റ്റോമിൽ കൂടെ കടന്നു പോവുക, ഈ സ്റ്റോം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നിന്റെ മടി കയറി ഇങ്ങനെ ക്രോൾ ചെയ്തിരിക്കാൻ പോവുക, കർത്താവ് എന്നെ നയിക്കണേന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങളുടെ ഫാമിലിയിലോ ഒന്നും ക്യാൻസറിൻ്റെതായ, എൻ്റെ പപ്പയുടെ വീട്ടിലോ മമ്മിയുടെ വീട്ടിലോ ഒന്നും നമുക്കിത് ആദ്യത്തെ ഒരു അനുഭവം. അപ്പൊ മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് അറിയാതെ ഇങ്ങനെ പകച്ചിരിക്കുക. അപ്പൊ ഞാനൊരു സർജനെ കണ്ടുപിടിച്ചു, ചുമ്മാ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തൊരു സർജനെ കണ്ടുപിടിച്ചു, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഇനി എന്താ ഒന്നും അറിയത്തില്ല, എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്യണ്ടേ എന്ന് ഇങ്ങനെ ഇരിക്കുമ്പം എനിക്കൊരു ഫോൺ കോള്. ഫോൺ കോളിൽ ഒരു സ്ത്രീയാ, എനിക്ക് ഞാൻ പരിചയമില്ല, പുള്ളിക്കാരുടെ പേര് കാറ്റിയ ബ്രൗൺ എന്ന്. എന്നോട് പറഞ്ഞു എൻ്റെ പേര് കാറ്റിയ ബ്രൗൺ എന്ന്. അപ്പൊ ഞാൻ ബൈബിൾ സ്റ്റഡി ഫെലോഷിപ്പിന് പോകുന്ന സമയമാണ്. അപ്പം അവിടെ ഞാൻ എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തായിരുന്നു പ്രയർ. പുള്ളിക്കാർ പറഞ്ഞു നിന്റെ പ്രയർ റിക്വസ്റ്റ് ഞാൻ കണ്ടു, ഞാനൊരു ഡോക്ടറാണ്, അതുകൂടാതെ എനിക്ക് 8 വർഷം മുമ്പ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായത്, ഞാൻ നിന്നെ ഇവിടുന്ന് ഗൈഡ് ചെയ്യാൻ പോവുക, ഏത് ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പോകണം. അങ്ങനെ പുള്ളിക്ക് ദൈവം അയച്ച ഒരാളെ പോലെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തപ്പം പിന്നെ ദൈവം എന്നെ കൊണ്ടുപോകായിരുന്നു. വളരെ അതിശയം തോന്നും. കാരണം നമ്മള്
ഒരു വേദനയുടെ കഷ്ടത്തിന്റെ അവസ്ഥയിലൂടെയൊക്കെ പോകുമ്പോൾ ദൈവം നമ്മുടെ അടുത്ത് വരികയും നമ്മുടെ കുഞ്ഞു സങ്കടങ്ങൾ പോലും കേൾക്കുകയും ചെയ്യുന്ന ദൈവം. ദൈവം ഉന്നതനാണ്, അവൻ സർവ്വത്തെയും നിയന്ത്രിക്കുന്നവനാണ്, സർവശക്തനാണ്. പക്ഷെ നമ്മളുടെ കൊച്ചു സങ്കടങ്ങൾ കേൾക്കാനായിട്ട് ദൈവത്തിന് നമ്മളോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നു എന്ന് കേൾക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പൊ സുബിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ കേട്ടതുപോലെ ആത്മീയ ശുശ്രൂഷകളിലൊക്കെ ഒത്തിരി വ്യാപൃതനാകാനായിട്ട് ദൈവം ഈ നാളുകളിൽ സഹായിക്കുന്നു. പ്രത്യേകിച്ച് സഭയുടെ മിഷൻ ചുമതലയെല്ലാം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഇന്ത്യയിലെ മിഷനെ കുറിച്ച് വലിയ ഭാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന കാലഘട്ടം. ഇവിടെ പകൽ മുഴുവൻ ജോലി ചെയ്തിട്ട് രാത്രിയിലെ ഇന്ത്യൻ സമയം മോർണിംഗിൽ പല സുവിശേഷന്മാരെയും വിളിക്കുന്ന സമയം, അതോടൊപ്പം തന്നെ YMEF ഡാളസിന്റെ ചുമതല, ഇങ്ങനെ പല ആത്മീയ ശുശ്രൂഷകളിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്. അപ്പൊ സുബിന് ആ വാർത്ത എങ്ങനെയാ സ്വാധീനിച്ചത്? അത് എങ്ങനെയാണ് പ്രതികരണം ഉണ്ടായത്? അത് ആദ്യം കേട്ടപ്പോൾ ജിനി പറഞ്ഞ പോലെ ഞങ്ങളുടെ 2 ഭവനങ്ങളിലും ഈ ക്യാൻസറിന്റെ അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങള് എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഞങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അന്ന് വൈകിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഇരുന്ന് കുറെ നേരം കരഞ്ഞു. ഞങ്ങളൊന്നും മിണ്ടാതെ ഞങ്ങൾ കുറെ നേരം കരഞ്ഞുകൊണ്ടിരുന്നു. കാരണം മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെയുള്ള ചിന്തയിൽ ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ചിന്തിക്കുകയുണ്ടായി, ഇതിൻ്റെ ഇടയ്ക്ക് ഈ ശുശ്രൂഷകളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സാധാരണ ഞാൻ ഈവനിങ് ജോലി കഴിഞ്ഞ് വന്നുള്ള ഒരു 3-4 മണിക്കൂർ ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഞാൻ ഭവനത്തിൽ തന്നെ ഇരിക്കും. അതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റും ജോലിക്ക് പോകുമ്പോഴും ജോലിയുടെ ബ്രേക്കിലും ഒക്കെയാണ് ഞാൻ സാധാരണ മറ്റു കാര്യങ്ങളെല്ലാം ഇടപെടുന്നത്. എൻ്റെ എത്രമാത്രം സമയം പ്രയോജനപ്പെടുത്താമോ അത്രയും സമയം ഞാൻ അങ്ങനെയാണ് സാധാരണ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങള് 2 പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പം ഞങ്ങള് പ്രാർത്ഥിച്ചതിന് മറുപടിയായിട്ട് ഞങ്ങൾക്ക് തന്നത്, സാത്താന് മുന്നിൽ പതറാൻ പാടില്ല, ചെയ്യുന്ന ശുശ്രൂഷകൾ തുടർന്നും കൊണ്ടുപോകാനായിട്ട് കർത്താവേ ഞങ്ങൾക്ക് ബലമേകണമേ എന്ന് ഞങ്ങൾ 2 പേരും ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ശുശ്രൂഷയിലും മാറ്റം വരുത്തുവാനായിട്ട് കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് അതിക്കാനായിട്ട് സാധിക്കുന്നത്. അത് വലിയൊരു അതിശയമായിട്ട് എനിക്കും വ്യക്തിപരമായി അത് സാക്ഷ്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇത്ര വലിയൊരു പ്രതിസന്ധി വന്നപ്പോഴും ദൈവം ഈ ചെയ്യുന്ന ശുശ്രൂഷകളെ ഒന്നും മുടക്കം കൂടാതെ ചെയ്യിക്കാനുള്ള പ്രത്യേക കൃപ സുബിനും ദൈവം നൽകിക്കൊണ്ടിരുന്നു. അത് സഭ മൊത്തത്തിൽ കാണുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. ജിനുവിനെ സംബന്ധിച്ചിടത്തോളം 4 മക്കൾ, 4 കുഞ്ഞുങ്ങൾ, പിന്നെ മാതാപിതാക്കൾ, ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്നത്. ഇതൊക്കെ എങ്ങനെ ഇനി തുടരും എന്നൊരു ചോദ്യം നാച്ചുറലി എല്ലാവർക്കും ഉണ്ടാവും. എങ്ങനെയാണ് അതിനൊരു ഉത്തരം കണ്ടെത്തുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി പ്രാവശ്യം കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് നീ ഇത് അനുവദിച്ചു? എനിക്ക് മരണത്തെ കുറിച്ചുള്ള ഭയത്തെക്കാൾ എൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭയങ്കര ഭാരം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ദൈവം എന്നെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ അവരെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം. അതുപോലെ കർത്താവിന് അവരെ പോലെ തന്നെ ഞാനും കർത്താവിൻ്റെ ഒരു മകളാണ്. എൻ്റെ ഒരു പ്രോബ്ലത്തിൽ കർത്താവിന് എൻ്റെ മനസ്സ് അതുപോലെ തന്നെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ധൈര്യം തന്ന ഒരു കാര്യം ഇത് ദൈവം അനുവദിച്ചതാണ്. അത് ദൈവം എനിക്ക് പൂർണ്ണമായിട്ടും ഒരു ഉത്തമ ബോധ്യം അതിൽ എനിക്ക് തന്നു. ഇത് ഞാൻ അനുവദിച്ചു, ഐ പെർമിറ്റഡ് ഇറ്റ്. അത് ഞാനിങ്ങനെ എൻ്റെ സങ്കല്പത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കും, കർത്താവ് ഒത്തിരി ആലോചിച്ചു, ഞാൻ ഇതിപ്പോൾ ഇവർക്ക് കൊടുത്താൽ, ഇവരുടെ കുടുംബത്തിന് ഇത് കൊടുത്താൽ ഇവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മൾ യോബിൻ്റെ കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പത്രോസിന് പാറ്റിക്കളയുവാനായിട്ട് അനുവാദം ചോദിച്ചു. കർത്താവ് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ധൈര്യം. അതുപോലെ എന്ന് ധൈര്യപ്പെടുത്തിയ വേറൊരു ഞാനൊരു മെസ്സേജ് കേട്ടോളൂ. ഈ അസുഖത്തിലൂടെ കടന്നു പോയിരിക്കുന്ന സമയത്ത് തന്നെ ഒരു മെസ്സേജ് ഞാൻ കേട്ടു. ഞാൻ ഉറങ്ങിയിട്ടപ്പോൾ അതിനകത്ത് അവർ പറയുന്ന ഒരു ബ്ലാക്ക് സ്മിത്ത്, ഒരു പാസ്റ്റർ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ ഇടുക്കയിലോട്ട് പോകും. അന്നേരം ഒരു കറുത്ത ഉടുപ്പ് കിട്ടുന്ന ഒരാൾ ഒരു പീസ് ഓഫ് മെറ്റൽ
അതിനെ അടിക്കുമെന്നിരിക്കും. അതിൻ്റെ അപ്പുറത്തൊരു വെള്ള വസ്ത്രം ധരിച്ചൊരു മനുഷ്യന് നിൽപ്പുണ്ട്. അപ്പോൾ ഈ പാസ്റ്റർ അയാളോട് ചോദിച്ചു, ഏതാണ്ട് ചോദിച്ചപ്പം പറഞ്ഞു, ഞാൻ ഈ അടിക്കുന്ന മനുഷ്യനല്ല ബ്ലാക്ക് സ്മിത്ത്, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവൻ. എന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾ പറയും, ഈ മെറ്റലിനെ എന്തേറെ ആഴത്തിൽ അടിക്കണം, എത്ര അടി അടിക്കണം, എത്ര ശക്തി ഉപയോഗിക്കണം, അതൊക്കെ പെർമിഷൻ കൊടുക്കുന്നു ഞാൻ. ഇവൻ ഓർക്കുന്നത് ഇവൻ ഈ ലോകത്തെ അടിച്ച് നശിപ്പിക്കുവാന്ന്. പക്ഷെ ഞാൻ ഇതിലൂടെ ഐ എം മേക്കിംഗ് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ആർട്ട് എന്ന്. അതുകൊണ്ട് ആ പാസ്റ്റർ ആള് എക്സ്പ്ലെയിൻ ചെയ്തത്, അതായത് സാത്താൻ നമ്മളെ തകർത്ത് കളയുവാന്ന സാത്താൻ വിചാരിക്കുന്നത്. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ കയ്യിലാണ് നമ്മുടെ കൺട്രോൾ. നമ്മൾ സഹിച്ചുകൂടാൻ വയ്യാത്ത പരീക്ഷകൾ ദൈവം ഒരുക്കത്തില്ല. അപ്പൊ അതൊക്കെ എന്നെ മുന്നോട്ട് നയിക്കാൻ ധൈര്യം തന്ന കാര്യമാണ്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ 4 കുഞ്ഞുങ്ങളും അതിനകത്ത് 2 പിള്ളേർ തീരെ കുഞ്ഞുങ്ങളായിരുന്നു ആ സമയത്ത്. അപ്പോ ഈ മക്കളുടെ കാര്യത്തിൽ അവരെങ്ങനെയാ ഈ കാര്യത്തെ കണ്ടത്? അവർക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായോ? മൂത്ത മകൻ കേട്ടപ്പോൾ അവന് കുറച്ച് ഷോക്കായി, അവൻ ഓക്കെ ആയി. രണ്ടാമത്തവൻ ഞാൻ ബയോപ്സിയുടെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുമ്പോൾ അവൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ധൈര്യം തന്നൊരു കാര്യം തന്നെയാണ്. അവൻ കർത്താവേ, ഞങ്ങളുടെ മമ്മിയുടെ റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് പ്രാർത്ഥിക്കുന്നു, പക്ഷെ അത് നെഗറ്റീവ് അല്ലെങ്കിലും ഇറ്റ്സ് ഫോർ യുവർ ഗ്ലോറി. അതെനിക്കൊരു ധൈര്യം തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ 3ാമത്തെ മോൻ എന്നോട് ഭയങ്കര അറ്റാച്ച്ഡ്. അവൻ അന്ന് 6.5 വയസ്സേ ഉള്ളൂ. അപ്പം അവനോട് ഈ അസുഖത്തിന്റെ പേര് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ അവനോട് മമ്മിക്ക് ഒരു അസുഖം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അവൻ ഈ അസുഖത്തിന്റെ പേരറിയാം. അപ്പോൾ അവൻ പേടിക്കണ്ടെന്ന് ഓർത്ത്. പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. പിന്നീട് അവനും എവിടെ നിന്നൊക്കെയോ അവൻ പിക്കപ്പ് ചെയ്തു. അവന്റെ എല്ലാ പ്രാർത്ഥനയിലും അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആദ്യം, കർത്താവ് എൻ്റെ മമ്മിക്ക് സൗഖ്യം കൊടുക്കണേ, അല്ലെങ്കിൽ എൻ്റെ മമ്മിക്ക് സൗഖ്യം കൊടുത്തേ. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ പുള്ളി അത് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് കഴിഞ്ഞ ഒരു ഡിസംബർ മാസത്തിൽ അവരുടെ സ്കൂളിൽ എന്തോ ഒരു സംഭവം ഉണ്ടായി. സ്കൂളിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എല്ലാവരെയും വെളിയിലിറക്കി തണുപ്പത്ത് നിർത്തി. എന്നോട് വീട്ടിൽ വന്നിട്ട് പറയുന്നത്, അന്നേരം ഭയങ്കര തണുപ്പായിരുന്നു, ജാക്കറ്റ് ഒന്നും എടുക്കാതെ അവരെല്ലാവരും വെളിയിൽ ഇറങ്ങി. എന്നിട്ട് എൻ്റെ കൈയും കാലും ഒന്നും എനിക്ക് ഫീൽ ചെയ്യത്തില്ലായിരുന്നു, എല്ലാം മരച്ച് ഐസ് പോലായി. പക്ഷെ ഞാൻ അവിടെ നിന്നപ്പോൾ ഞാൻ ഓർത്തു, മമ്മി, എല്ലാവർക്കും കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരും, എൻ്റെ മമ്മിക്ക് ക്യാൻസർ രോഗത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു, അത്ര വലിയ കഷ്ടതയൊന്നുമില്ല. അതും ഓർത്തപ്പോൾ എനിക്ക് ധൈര്യം തന്നു. ഞാൻ അവിടെ നിന്നത്. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കഷ്ടത അന്നിപ്പോൾ അവന് 7 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയല്ലോ എന്ന് അത് മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെയും ധൈര്യപ്പെടുത്തുന്ന കർത്താവാണ്. ഈ ജിനു നേരത്തെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. ഈ ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ ദൈവം കാര്യങ്ങൾ ഒന്ന് ഒരുക്കി എന്ന് പറയുന്ന കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? അപ്പോൾ ദൈവം അനുവദിച്ചു ഈ കാര്യം വരാനായിട്ട്. പക്ഷെ അനുവദിക്കുമ്പോൾ തന്നെ ദൈവം തന്നെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടാണ്. മുമ്പേ പറഞ്ഞ പോലെ ഒരു കൊച്ചു കുഞ്ഞിന്റെ ജീവിതത്തിൽ ഒരു പിതാവിന് അത്രമാത്രം ഉണ്ട് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്മിത്തിന് ആ ലോകത്തെ എങ്ങനെ ആക്കിയെടുക്കാമെന്നുള്ളൊരു സ്വപ്നമുള്ളതുപോലെ, അപ്പൊ എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മളെ ഒരു കഷ്ടതയിലൂടെ കിടത്തി വിടുമ്പോൾ തന്നെ അതിന്റെ പിന്നിലെ കാര്യങ്ങൾ ഒരുക്കുന്നു. അങ്ങനത്തെ കുറെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ആദ്യം ഓർക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ജോലിയുടെ കാര്യത്തിൽ ഒരു ക്രമീകരണം എന്തായിരുന്നു അത്? അതെ, ദൈവത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ആ മുന്നേ ദൈവം ഒരുക്കിയ കാര്യങ്ങള് അതെന്നെ അതിശയിപ്പിക്കുന്ന പോലെ ദൈവം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജിവിചാൻ ഇപ്പം പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഓർക്കുവേ, നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു പ്ലാൻഡ് ഒരു സർജറി, ഇപ്പം നമ്മുടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ഒരുക്കുന്ന പോലെ ദൈവം പല കാര്യങ്ങൾ. അതിപ്പം ഞാൻ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് ഡ്രൈവ് ചെയ്യണമായിരുന്നു. ഒരു ദിവസം ഒരു 3 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യേണ്ട, അങ്ങനെ ജോലി അങ്ങ് ഭയങ്കര ബിസി. ഞാൻ 9 വർഷം ആ ടീമിൽ വർക്ക് ചെയ്തു. പക്ഷെ ദൈവം അവിടുന്ന് എന്നെ പറിച്ച് വേറൊരു ടീമിൽ, ഞങ്ങളുടെ സെയിം കമ്പനി തന്നെ വേറൊരു ടീമിലോട്ട് കൊണ്ടുവന്നു. അത് എനിക്ക് പാടായിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി. പക്ഷെ അന്നേരം ഞാൻ വീട്ടിൽ ഇരുന്നു. അത് 3 വർഷമായി. 3 വർഷം മുമ്പേ ആ പുതിയ ടീമിൽ വന്നപ്പം ഫുൾ വീട്ടിലിരുന്നാ ജോലി ചെയ്യുന്നത്. അതുപോലെ എൻ്റെ മാനേജർ ഒരു ബിലീവറാണ്. എൻ്റെ കൂടെയുള്ള കോവർക്കേഴ്സ് അവരൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആയിട്ടുള്ള അവര് അത് ദൈവത്തിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. അത് കാര്യം ഞാൻ മറ്റേ ടീമിലായിരുന്നെങ്കിൽ എനിക്ക് ജോലി ക്വിറ്റ് ചെയ്യേണ്ടി വന്നേനെ. എനിക്ക് കീമോ എല്ലാം എടുത്തിട്ട് ഡ്രൈവ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഇത് ഞാൻ കീമോയുടെ സമയത്തും വർക്ക് ചെയ്തു, റേഡിയേഷൻ എടുത്തുകൊണ്ടിരുന്നപ്പോഴും വർക്ക് ചെയ്തു. ആകെ ഞാൻ സർജറിക്ക് മാത്രമേ ഓഫ് ചെയ്തെടുത്തുള്ളൂ.
അതുപോലെ എൻ്റെ മാനേജർ ആ സമയത്തെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പുള്ളിക്കാരി പാനമയിൽ നിന്നുള്ള പുള്ളിക്കാരിയുടെ അമ്മ പാനമയിലാണ്, അവിടുത്തെ ചർച്ചിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെ പല ദിവസങ്ങളിൽ മിക്കവാറും ദിവസങ്ങൾ എന്നെ വിളിച്ച് 1 മണിക്കൂറോളം പുള്ളിക്കാരി എൻ്റെ വിളിച്ച് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ദൈവം ഒരുക്കി. അതുപോലെ ദൈവം എൻ്റെ ഹൃദയത്തെയും പല വിധത്തിൽ പ്രിപ്പയർ ചെയ്തു. ചിലതൊക്കെ എനിക്ക് ഇത് ശരിക്കും കോയിൻസിഡൻസ് ആണോ, അത് ശരിക്കും ദൈവം അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങൾ. അതിൽ 1-2 കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടത്തിൽ ജോലി ചെയ്യുന്ന എനിക്കൊരു കുറച്ച് പ്രോമിസസ് ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു ബോക്സ് തന്നു. അതിനകത്ത് ഞാൻ ആദ്യം എടുത്തപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയൊരു ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, നിനക്ക് രോഗം വരുമ്പോൾ നീ ഭയപ്പെടല്ല, നീ പ്രാർത്ഥിക്കണം, ദൈവം നിനക്ക് സൗഖ്യം തരും. അത് വെച്ചു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒക്കെ പോയി എടുക്കും. ഈ ഒരു സെയിം ഇത് തന്നെ എനിക്ക് 3 പ്രാവശ്യം കിട്ടി. 3ാമത്തെ പ്രാവശ്യം ഇത് ഇട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാതെ ചോദിച്ചു, കർത്താവേ നീ എനിക്കൊരു രോഗം തരാൻ പോവാണോ, അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതെടുത്ത് മാറ്റി വെച്ചിട്ട് എനിക്കിത് കാണണ്ടാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചു. അതുപോലെ വേറെ ഒരു സംഭവം ഉണ്ടായത്, ഇതിന്റെ 1 ആഴ്ചയാണോ 2 ആഴ്ച മുമ്പാണോ നേരത്തിന് നമ്മുടെ അനീറ്റ ആൻഡ് ജോർജിന്റെ വീട്ടില് ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ഒരു ബുക്ക് ഷെൽഫിൽ ഒരു ബുക്ക് ഇരിക്കുന്നു, ഇഫ് യു നീഡ് ടു വാക്ക് ഓൺ വാട്ടേഴ്സ് യു നീഡ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദ ബോട്ട്. ആ ഒരു ടൈറ്റില് എനിക്കറിയത്തില്ല, ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിങ്ങനെ കുടുങ്ങി കിടക്കുന്ന പോലെ അത് ഭയങ്കരമായിട്ട് തന്നെ ആ ഒരു സെന്റൻസ്. എന്നിട്ട് ഞാൻ അതിങ്ങനെ കുറെ ഇങ്ങനെ ഓർത്തു, നമ്മുടെ ഒരു സേഫ്റ്റിന്ന് പുറത്ത് വന്നാലേ നമ്മൾ വെള്ളത്തിന്മേൽ നടക്കത്തുള്ളൂ. ഇങ്ങനൊക്കെ പല ചിന്തകൾ, അതൊക്കെ ഒരുപക്ഷെ ദൈവം എൻ്റെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്താണോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മള് കാര്യങ്ങൾ വരുമ്പോഴാണ് അറിയുന്നത്, പക്ഷെ ദൈവം മുന്നമേ അറിയുന്നു. അപ്പൊ ദൈവം തൻ്റെ മക്കൾക്ക് അത് എങ്ങനെ താങ്ങത്തക്കവണ്ണം, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാകത്തക്കവണ്ണം എങ്ങനെ ആ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യാനായിട്ട് ദൈവം കരുതുകയാണ്. സുബിനൻ, അതുപോലെ തന്നെ ഞങ്ങള് കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ ജനുവരി തൊട്ട് മാർച്ച് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബൈബിളിലെ അധ്യായം എന്ന് പറയുന്നത് യോബായിരുന്നു. അതും സത്യം പറഞ്ഞാൽ ദൈവം ഞങ്ങളെ മനസ്സിലാക്കിയില്ല, പക്ഷെ ഒരുക്കുമായിരുന്നെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. അതോടൊപ്പം തന്നെ ഇപ്പം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഇതുപോലെ മറ്റു ആളുകളിലൂടെ, നമ്മൾ അറിയാത്ത സാഹചര്യങ്ങളിലൂടെ, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ ദൈവം കാര്യങ്ങളെ ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഭ, നമ്മുടെ സ്നേഹിതർ, ഇവരൊക്കെ ഈ കാര്യത്തിൽ ഒരുപക്ഷെങ്കിൽ ജീവിതത്തിൽ ഇടപെട്ട് കാണും. സുബിന്റെ ഓർമ്മയിൽ എങ്ങനെയാണ് അതിനെ കാണാൻ കഴിയുന്നത്? അത് പറയാനാണെങ്കിൽ ഇന്ന് തീരുകയില്ല. കാരണം ഒരു ക്യാൻസർ ഫാമിലിയെ, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻ്റ്, അല്ലെങ്കിൽ ആ ഫാമിലിയെ എങ്ങനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അവരെ എങ്ങനെ കരുതണമെന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും ഉദാഹരണമായിരുന്നു ഞങ്ങളുടെ ഭവനത്തിൽ നടന്നത്. കാരണം ക്യാൻസർ അന്ന് പിറ്റേ ദിവസം രാവിലെ മുതൽ ഏകദേശം രാവിലെ 8 to 11:30 വരെ ഏകദേശം ഒരു 35 to 40 ഫാമിലീസ് ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ചർച്ചിലുള്ള 40ഓളം ഭവനങ്ങൾ കടന്നു വരികയും അവർ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ആശ്വാസ വാക്കുകളൊക്കെയും പറയുകയും ചെയ്തു. എന്നാൽ അതുപോലെ തന്നെ ചർച്ച് ഫാമിലി ഞങ്ങളെ സ്നേഹിച്ചത് പല കാര്യങ്ങളുണ്ട്, ചിലത് ജിനു പറയും. എന്നാലും 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങളുടെ ചർച്ച് എല്ലാ ദിവസവും അവരുടെ ഫാമിലി പ്രയറിലും മറ്റ് പ്രാർത്ഥനാ മീറ്റിങ്ങുകളും എല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും കാണുകയില്ലെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഞങ്ങൾ പോലും അറിയാത്ത രാജ്യങ്ങളിൽ പോലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ അനേക 72 hours വരെ ഫാസ്റ്റിംഗ് പ്രയർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതായിട്ട് ഞങ്ങൾ അറിയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ വലിയൊരു ഫലം ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൂടാതെ ഈ സമയത്ത് 1-2 കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോഴും ഞങ്ങള് ക്യാൻസർ എന്ന് അറിഞ്ഞ സമയത്ത് നമ്മൾ ആരും ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയം ഉണ്ടാകും. ഇനി മുന്നോട്ട് എങ്ങനെയെന്നുള്ളൊരു ചിന്ത വരും. കാരണം ഞാനും ജിനുവും ഞങ്ങൾ രണ്ടും ഒരുമിച്ചിരുന്നപ്പോൾ ഞങ്ങൾ ഓർത്ത്, ഇപ്പം ജിനുവിനെയും കൊണ്ട് എനിക്ക് അപ്പോയിന്റ്മെന്റ്സിന് പോകണം, എല്ലാ ആഴ്ചയിലും കീമോയ്ക്ക് കൊണ്ടുപോകണം. അപ്പം ഞാൻ ജോലി ഒന്നെങ്കിൽ ക്വിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ജോലിക്ക് ഞാൻ അവധി എടുക്കണം. അപ്പൊ ആ ജോലിയുടെ കാര്യം എങ്ങനെ ആകും എന്നുള്ള ചിന്ത ഇങ്ങനെ ഭാരം എന്നിൽ കിടക്കുകയാണ്. അപ്പം ജിനുവിനും അത് തന്നെയാണ്. നമുക്ക് കീമോ എടുക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള അനേകർ
അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കീമോ എടുക്കുമ്പോൾ വളരെ പ്രയാസം ഉണ്ടാകും, ജോലി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പം ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകാതിരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ ആകും? കാരണം അമേരിക്കയിൽ താമസിക്കുന്നവർക്കറിയാം, ഒരാൾക്ക് ജോലി ഇല്ലെങ്കിൽ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ചിന്തയിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു 3 ദിവസം ഞാനും ജിനു ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങള് ആ സമയത്ത് അന്നേരം ഞങ്ങൾ സ്വയമാണ് ചിന്തിക്കുന്നത്. അവിടാണ് ആ ദൈവ സാന്നിധ്യം നമ്മൾ ഉണ്ടാകുന്നു പറയുന്നത്. കാരണം ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. വൈകിട്ട് 7 മണിക്ക് വന്ന് 9:30 പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളോട് രണ്ടുപേരെയും മാറ്റി നിർത്തി, കുഞ്ഞുങ്ങളുടെയൊക്കെ വെച്ചല്ല, മാറ്റി നിർത്തിട്ട് പറഞ്ഞു, സുബിനങ്ങൾ, ജിനു ചേച്ചി, കീമോ കഴിഞ്ഞ് സർജറി കഴിയുന്നിടം വരെ എല്ലാ മാസവും ഞാൻ ഇത്ര തുക തരാം, നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിലും ജിനു ആന്റിയുടെ ട്രീറ്റ്മെന്റ് നടക്കണമല്ലോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഷോക്കായിപ്പോയി. കാരണം ആരും അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഒരു സഹോദരൻ അങ്ങനെ വന്നു പറഞ്ഞപ്പോൾ ഞങ്ങള് ദിവസം കർത്താവേ, ഇത് ഞങ്ങൾക്കുള്ള ഒരു മറുപടിയാണല്ലോ. പിറ്റേ ദിവസം അത് തന്നെ വേറെ സഹോദരങ്ങളും ചർച്ചയിൽ നിന്ന് വന്നിട്ട്, സഭയിലുള്ള ചർച്ചിൽ തന്നെയാണ് ചില ഫാമിലീസ് വന്നിട്ട് ഇതുപോലെ തന്നെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കർത്താവ്, ഞങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? ഞങ്ങൾക്ക് ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം ദൈവം മുന്നമേ ഒരുക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ചിന്ത ഞങ്ങൾക്ക് തരികയുണ്ടായി. അപ്പം പക്ഷെ അതിനൊന്നും ദൈവം അവസരം തന്നില്ല. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ദിവസം പോലും അവധി എടുക്കുവാനോ ജോലിക്ക് പോകാതിരിക്കാനോ ഇടയായി വരുന്നിട്ടില്ല. ഞങ്ങൾ 2 പേരും ഇതുവരെയും ജോലിക്ക് വന്നു. അതുപോലെ തന്നെ മറ്റ് പല ആവശ്യങ്ങളിലും സ്ഥലം സഭ കൂടിയിരുന്ന് ഞങ്ങളെ നടത്തി. അത് എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനൊരു വലിയ ഉദാഹരണമാണ് ചർച്ച് ഞങ്ങളോട് കാണിച്ചൊരു കാര്യം. അത് തന്നെയല്ല, ഓരോ ഭവനങ്ങളും ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തെ ഓർക്കുമ്പോൾ വളരെ നന്ദിയോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹിതർ ഞങ്ങളുടെ വീട് വന്ന് ക്ലീൻ ആക്കാനായിട്ട് വിട്ട അനുഭവങ്ങളുണ്ട്. കോവർക്കേഴ്സ് വന്ന് ഞങ്ങളുടെ ഭവനം ഞങ്ങളെ ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും ഞങ്ങളുടെ ഭവനത്തെ സ്നേഹിച്ചത് ഓർക്കുമ്പോൾ നന്ദിയോടെ അല്ലാതെ ഇരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അനേക കാര്യങ്ങൾ ജിനുവിനും പറയാൻ കാണും. അത് പറയുന്ന കൂട്ടത്തിൽ ഒരു സംശയം ആളുകൾക്ക് ഉണ്ടായി കാണുമേ, നഴ്സിംഗ് ജോലി ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ കഴിയുന്നത്? അതോടെ ചേർത്ത് മറ്റേ എങ്ങനെ അത് ഒരു വലിയൊരു കഥയാണ്. അത് ഞാനിവിടെ പറയണമെന്ന് ഞാൻ പറയാം. ഞാൻ നഴ്സിംഗ് ജോലി മൺഡേ ടു നൈറ്റ് ചെയ്യും, പിള്ളേർ വീട്ടിൽ ഇരുന്ന് ഒക്കെ. അപ്പോൾ അത് എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ജോൺ കുര്യൻ അങ്കിളും ജോർജ് കോശിയങ്ങളുടെയും ഒരു മീറ്റിംഗ് ഞാനിങ്ങനെ സൂമിൽ കൂടെ കണ്ടപ്പോൾ അതിനകത്ത് ജോൺ കുര്യൻ അങ്കിൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു വഴി ഒരുക്കും. ഞാൻ ഇപ്പം എൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ പിള്ളേരുടെ കൂടെ സമയം ചിലവഴിക്കണം, വീക്കെൻഡ് ചർച്ചിൽ പോകണം. അത് എനിക്കൊരു പ്രാർത്ഥന അങ്ങനെ. അപ്പം ജോൺ കുര്യങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന നഴ്സുമാരെ ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഭയങ്കര അതിശയമായിട്ട് ദൈവം 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഡാളസ് മൂവി കഴിഞ്ഞപ്പോൾ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു മലയാളി, ഒരു ഷേർലി എന്നാണ് പുള്ളിക്കാരി എൻ്റെ വീട്ടിൽ മുറി വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു ജോലി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ലിബി എന്ന പേര്, പുള്ളിക്കാരി ഞാൻ സംസാരിച്ചു. അന്ന് ഓപ്പണിംഗ് ഇല്ലായിരുന്നു. പുള്ളിക്കാരോട് സംസാരിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിനു, എനിക്കറിയത്തില്ല എന്താ പറ്റിയെന്ന്, ഒത്തിരി ഓപ്പണിംഗ് വന്നിട്ടുണ്ട്, നീ അപ്ലൈ ചെയ്യുക. അങ്ങനെ അതൊരു അതിശയോ, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നുള്ളതിന്റെ ഒരു അനദർ കൺഫർമേഷൻ. സുബിൻ പറഞ്ഞതിനോട് ചേർന്ന് സ്നേഹിതര്, സഭ ഇക്കാര്യത്തിൽ ജിനുവിന്റെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണത് ആശ്വാസമായി തീർന്നത്? സത്യം പറഞ്ഞാൽ ദൈവവും ദൈവസഭയുമാണ് എന്നെ ഈ അസുഖത്തിലൂടെ നയിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ വലിയൊരു പ്രൊവിഷൻ. അത് മറ്റുള്ളവർക്ക് മാതൃക നമ്മുടെ സഭ തീർച്ചയായിട്ടുമായിട്ടുണ്ട്. എൻ്റെ ഈ സഹോദരിമാരില്ലായിരുന്നെങ്കിൽ, ഞാനിത് കരയാതെ പറയുന്നത് എങ്ങനെ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ഇതിലൂടെ കടന്നു പോകാനായിട്ട് എൻ്റെ 2 സഹോദരങ്ങൾ ഓസ്ട്രേലിയയിലാണ്. അവരെ പോലെ തന്നെ അവർക്ക് പകരമായിട്ട് എനിക്ക് അനേക സഹോദരിമാരെ ദൈവം ഒരുക്കി. എന്നെ കീമോയ്ക്ക് എൻ്റെ കൂടെ
ഞാൻ ഒരു ദിവസം പോലും എന്നെ തന്നെ വിടാൻ സമ്മതിച്ചില്ല. അവരെൻ്റെ കൂടെ അവിടെ വന്നിരുന്ന് ഞങ്ങൾ കരഞ്ഞു. ഒരിക്കലും സങ്കടപ്പെട്ട് കരഞ്ഞിട്ടില്ല. സന്തോഷത്തോടെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് കരഞ്ഞിട്ടുള്ളതല്ലാതെ അതുപോലെ സന്തോഷത്തോടെ കരയുക അല്ലെങ്കിൽ ചിരിക്കുക. എൻ്റെ മുടി പൊഴിഞ്ഞപ്പോൾ പോലും എൻ്റെ 2 സിസ്റ്റേഴ്സ് എന്നെ കൊണ്ട് വിഗ് മേടിക്കാനായിട്ട് പോയി. അവിടെയൊക്കെ ഞങ്ങൾ ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ നേരിട്ട്. അതൊക്കെ സഹോദരങ്ങൾ എൻ്റെ കൂടത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ വീട് ക്ലീൻ ആക്കാൻ വേണ്ടി അതൊക്കെ അവർ ഓരോരുത്തരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ച് എൻ്റെ വീട് ക്ലീൻ ആക്കാൻ. ഞാൻ ഓർത്ത് ഇത്രയും അവർ ഗോയിങ് ബിയോണ്ട്, അല്ലെങ്കിൽ നമ്മൾ നിന്നോട് ഒരു മുഴം പോകാൻ ആഗ്രഹിക്കുന്ന അതിനൊരു മാതൃക. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, എൻ്റെ പപ്പ വന്നപ്പം പപ്പ ആണെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, എടി എൻ്റെ പപ്പായും മമ്മിയും നാട്ടിൽ നിന്ന് എൻ്റെ അസുഖമെന്ന് പറഞ്ഞിട്ട് എന്നെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് വന്നു. അപ്പൊ പപ്പ എൻ്റെ അന്റിറ്റിമാരോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിലും ഈ സഭ ഇവിടെ പൊന്നുപോലെ നോക്കിയാന്. അത് സത്യം, അവരെന്നെ പൊന്നുപോലെ നോക്കി. ഈ ക്യാൻസറിന്റെ സമയങ്ങളിൽ സാധാരണ ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു എങ്ങനെ നോക്കണമെന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ജിനു എനിക്ക് തോന്നുന്നത് കഴിവതും ഈ രോഗത്തിനിടയിലും രോഗങ്ങൾക്ക് വരികയും ജിനുവിന്റെ മുഖത്ത് നോക്കിയാൽ ഒരു അസുഖമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരു മുഖത്ത് അങ്ങനെ ഒരു നിരാശയോ വിഷമോ ഒന്നും കണ്ടിട്ടില്ല. കാരണം എപ്പോഴും സന്തോഷിക്കുന്ന, ചിരിക്കുന്ന, മറ്റുള്ളവരോട് തമാശ പറയുന്ന, ഈ രോഗത്തിനിടയിലും അങ്ങനെ ചെയ്യാനായിട്ടൊരു എന്താ പറഞ്ഞ ദൈവത്തിന്റെ ഒരു വ്യക്തിപരമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാവരുടെയും കൂടെ ഉണ്ട്, പക്ഷെ ആരുടെയെങ്കിലും ഹൃദയം നുറങ്ങുമ്പോൾ ദൈവം കുറച്ചുകൂടെ അടുത്ത് വരും. അങ്ങനെ ദൈവം അടുത്തു വന്നു എന്ന് പറയാൻ പറ്റുന്ന അനുഭവങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഈ 2024 ദൈവത്തിന്റെ പ്രസൻസ് അതൊരു വേറെ ലെവലിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ വായിക്കും, നമുക്ക് ഹൃദയം കൊണ്ടറിയാം, പക്ഷെ അത് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പല അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ദൈവവചനത്തിനൊരു പ്രത്യേക ശക്തി ഈ കഴിഞ്ഞ അതൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവവചനം തുറക്കുമ്പോൾ എനിക്ക് വേണ്ട ഉത്തരം ദൈവവചനം തന്നു. അത് കൂടാതെ ഞാൻ ഒരു വളരെ അതിശയമായിട്ടുള്ള ഒരു സംഭവം കൂടെ ഉണ്ടായി. അതുകൂടെ ഞാൻ സമയം പോകുന്നുണ്ട്, അതുകൂടെ ഞാൻ പറയാം. ഞാനിങ്ങനെ ആ സമയത്തൊക്കെ ഇങ്ങനെ ചില സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ദൈവം പ്രത്യക്ഷമായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരം അവർ കേട്ടു. കർത്താവേ, ഇവര് കള്ളം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കർത്താവേ, ഇവര് ശരിക്കും നിന്റെ സ്വരം കേട്ടു. എനിക്കും അങ്ങനൊന്നും എനിക്കും നിന്റെ സ്വരം കേൾക്കാൻ പറ്റുമോ എന്ന് ഒക്കെ ഞാൻ ആ സമയത്ത് ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, കുറേ പ്രാർത്ഥിച്ചതിന് വേണ്ടി. അങ്ങനെ ഞാനൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കീമോയിലൂടെ കടന്നു പോകും. ഭയങ്കര ബോഡിയൊക്കെ നമ്മുടെ അതിനെ റെഡ് ഡെവിൾ അതിന്റെ ഇരട്ടപ്പേര് തന്നെ, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കീമോയിൽ കൂടെ ഞാനിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഡയറി എടുത്ത് നോക്കി. ഞാൻ അതിൻ്റെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഓഗസ്റ്റ് 14 ഞാൻ രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഉറങ്ങുക. ഞാൻ ഉറക്കത്തിൽ എനിക്കൊരു സ്വരം ഞാൻ കേട്ടു, ജിനു മോളെ എന്നൊരു വിളി. പക്ഷേ ചോദിച്ചാൽ ഞാൻ ഇത്രയും കമ്പാഷനേറ്റ്, ഇത്രയും സ്നേഹമുള്ളൊരു സ്വരം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആ സ്വരം കേട്ട് ഞാൻ എണ്ണിച്ചിരുന്നു, കർത്താവേ, ആരും എന്നെ ഇത്ര സ്നേഹത്തോടെ ഞാൻ ഇതുവരെ ഞാൻ കേൾക്കാത്ത ഒരു സ്വരം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പായുടെ സൗണ്ട് ഞാൻ പപ്പായാണോന്ന് ഓർത്തു. പക്ഷെ ഇത്രയും ആ സ്വരത്തിൽ നമുക്കൊരു ഭയങ്കര ഒരു സ്നേഹം ഫീൽ ചെയ്തു. ഞാൻ ചാടി എണീറ്റ് ഡോറ് തുറന്നു പോയി നോക്കി, ആരെങ്കിലും പുറത്തു. ഞാൻ ഈ സംഭവം പലരോടും പറഞ്ഞിട്ടില്ല, കാര്യം ഞാനിതൊരു പേഴ്സണലി ഞാൻ മറ്റുള്ളവർ എന്ത് ചിന്തിക്കാന്ന് എനിക്കറിയത്തില്ല. പിന്നെ അത് എൻ്റെ ഒരു പേഴ്സണൽ ഇതായതുകൊണ്ട് ഞാനത് ചെറിഷ് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ ആ സ്വരം ഒന്നുകൂടെ, കർത്താവ്, അത് ആരുടെ സ്വരമോ അതൊന്നുകൂടെ കേൾക്കാനൊരു ക്യൂരിയോസിറ്റി എനിക്ക്. പക്ഷെ അന്ന് ആ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ലാസറസിന്റെ കല്ലറയ്ക്കൽ കർത്താവ് കരഞ്ഞു. അല്ല, കർത്താവ് ഉയർപ്പിക്കാൻ പോവുക ലാസറിനെ, പക്ഷെ കർത്താവ് കരഞ്ഞു ഔട്ട് ഓഫ് കമ്പാഷൻ. കർത്താവിന് നമ്മൾ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് അതുപോലെ വിഷമിക്കുന്നു. കർത്താവിന് അതുപോലെ നമ്മളോട് സ്നേഹം ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഭയങ്കര ഒരു ഉറപ്പ് അത് ഉണ്ടായി. അതെ, അത് ശരിക്കും പറഞ്ഞ ഒരു സൂപ്പർ നാച്ചുറൽ അനുഭവമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും വചനത്തിലും നമുക്ക് അങ്ങനെ വന്ന സ്വരം കേട്ടു എന്നൊക്കെ പറയുന്ന ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യത്തെ നമ്മളെ കേൾപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പോ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് ഒരു ദൈവമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ദൈവം അങ്ങ് അകലെ നിൽക്കുന്ന ഒരാളാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ
ഈ ഹൃദയം നുറുങ്ങുന്ന സമയത്താണ് ഇങ്ങനെ അടുത്തുണ്ട് എന്നൊരു തോന്നല്, അല്ലെങ്കിൽ ഈ കണ്ണീർ തുടയ്ക്കത്തക്കവണ്ണം അത്രയും ക്ലോസ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ, ഒരു ഇതുപോലെ തന്നെ ഒരു സംഭവം കൂടെ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞു കുട്ടി അപ്പന്റെ മടിയിലേക്ക് വന്ന് ഇരിക്കുന്ന ആ ഒരു പ്രാർത്ഥന ഉണ്ട്. ഞാനത് 1-2 പേരോട് ഷെയർ ചെയ്തു. ഇതാ എന്റെ പ്രാർത്ഥന. ആസ് എ ലിറ്റിൽ ചൈൽഡ് ഇൻ ഹർ ഡാഡീസ് ലാപ്പ് ഐ എം സിറ്റിംഗ്. ഞാൻ അത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക, അച്ഛൻ്റെ കൂടെ ഉണ്ട്. സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ റൂമിൽ ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് വന്നു. അയാളൊരു വെള്ളക്കാരൻ. അപ്പം പുള്ളിയുടെ ട്രീറ്റ്മെന്റ് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പം പുള്ളി ക്രിസ്ത്യനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, ഞാനും ബിലീവറാന്നൊക്കെ പറഞ്ഞു. യു നീഡ് യുവർ ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇറങ്ങാൻ നേരത്ത് പുള്ളി എന്നോട് ചോദിച്ചു, ക്യാൻ ഐ പ്രേ ഫോർ യു? ഞാൻ പറഞ്ഞു ഷുവർ. ഈ ആള് ഞങ്ങളുടെ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുക, Lord, as a little child in her daddy's lap, this girl has crawled into your lap and you are protecting her. ഈ പുള്ളി ഇത് പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ അതിശയിച്ചിട്ട് ഞാൻ അങ്ങ് കരയാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ആ പുള്ളി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത്, നിനക്കെങ്ങനെ ഞാൻ എൻ്റെ ക്ലോസറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന, നീ അങ്ങനെ അത് പ്രാർത്ഥിച്ചേ? അപ്പം പുള്ളി പറഞ്ഞു, ദാറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. അത് ദൈവം എനിക്ക് കൺഫർമേഷൻ തരുമായിരുന്നു. നീ ക്ലോസറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ നീ എൻ്റെ മടിയിൽ നിന്നെ ഞാൻ സൂക്ഷിച്ചിരിക്കുക എന്നുള്ള ഒരു കൺഫർമേഷൻ. വളരെ സന്തോഷം അത് കേൾക്കാനിടയായത്. അതുപോലെ തന്നെ ദൈവം ദൈവവചനത്തിലൂടെ സംസാരിക്കും, അല്ലെങ്കിൽ ദൈവദാസന്മാരോട് സംസാരിക്കും. ചില പാട്ടുകളായിരിക്കും നമ്മളോട് ഇടപെടുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രത്യേക വാക്യങ്ങളോ പാട്ടുകളോ സന്ദേശങ്ങളോ ഈ നാളുകളിൽ പ്രത്യേകം പേഴ്സണലി ദൈവം സംസാരിച്ചു എന്ന് പറയാം? അങ്ങനെ അത് ഒത്തിരി ഞാനിവിടെ പറഞ്ഞത് എനിക്ക് സഭയില്ല. അതുപോലെ ഓരോ സമയത്തും ദൈവം എനിക്ക് ഒത്തിരി ആ വാക്യങ്ങൾ തന്നെയാണ് എന്നെ പിടിച്ചിപ്പിച്ചാൽ എന്നോട് ചോദിച്ച ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് അതിന്റെ പുറകിലത്തെ റീസൺ അത് തന്നെ, ആ വാക്യങ്ങളൊക്കെ തന്നെ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ചർച്ച എനിക്ക് മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളും കാര്യങ്ങൾക്കും എല്ലാം പോകാനായിട്ട് ദൈവം കൃപ തന്നു. പക്ഷെ 1-2 പ്രാവശ്യം വലിയ കീമോ എടുത്തോണ്ടിരുന്ന സമയത്ത് ഞാൻ മിസ് ചെയ്തു. ആ സമയത്ത് ഞാൻ കർത്താവ് എനിക്ക് യോഗത്തിന് പോകാൻ പറ്റുന്നില്ല, BBS ഞാൻ നേരത്തെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, അപ്പം കഴിഞ്ഞ വർഷം പറ്റിയില്ല. അപ്പൊ അന്നേരം ആ സമയത്ത് ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് ബൈബിള് തുറന്നപ്പോൾ അങ്ങനെ ചെയ്യലെന്ന്. പക്ഷെ ബൈബിള് തുറന്ന് എനിക്ക് കിട്ടിയത് Joel chapter 2 എന്നുള്ള ആ വേർഡ്സ്. അത് ഞാൻ തുറക്കുന്ന അങ്ങോട്ടാ, I will repay you the years eaten by the locust and the great locust. കർത്താവേ, ആ വാക്യം കിട്ടിയതിനേക്കാളും നമ്മുടെ ഹൃദയം അറിഞ്ഞ് ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇത്. അതുപോലെ തന്നെ എനിക്കൊരു പാട്ട് ഞാൻ ഒരു 3-4 ആഴ്ച മുമ്പേ ഇവിടെ നമ്മുടെ ചർച്ച പാടിയ ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ അതിന് മുമ്പേ അതിന്റെ ലൈൻ നമ്മളിങ്ങനെ യു ആർ എ ഗുഡ് ഗുഡ് ഫാദർ എന്നുള്ള പാട്ടാണ്. പക്ഷെ അതിന്റെ ലൈൻ അത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു നേരത്തെ. പക്ഷെ അന്ന് ആ പാട്ട് പാടിയപ്പോൾ പാട്ടിങ്ങനെ അതിന്റെ ലൈന്, ഓ ഐ ഹാവ് ഹേർഡ് 1,000 stories of what they think you are like, but I have heard the tender whisper of love in the dead of night, and you tell me that you are pleased and that I am never alone. ഞാനോടത്ത് കർത്താവ് ഇത് ശരിക്കും ലിറ്ററലി അത് എൻ്റെ ജീവിതത്തിൽ പലരുടെ അനുഭവങ്ങൾ എന്നല്ല, എനിക്ക് തന്നെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഞങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റിയല്ലോ. അത് എത്ര മീനിങ് ഫുൾ ആണ് എന്നുള്ള ഒരു ബോധ്യം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളോ വായിക്കുന്ന ദൈവവചനം ഒക്കെ എത്ര സത്യമാണെന്ന ഒരു ബോധ്യം. വളരെ സന്തോഷമായ കാര്യങ്ങൾ കേൾക്കാനിടയായത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ജിനുവിൻ്റെ അനുഭവങ്ങൾ ഞാൻ കാണുമ്പം മറ്റ് രോഗാവസ്ഥയിൽ കടന്നു പോകുന്ന പലരും ഇങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം എപ്പോഴും ഒരുപക്ഷെ നിരാശയായിരിക്കാം, എന്തുകൊണ്ട് എനിക്കിത് വന്നു, ഇത്രയും ആളുകളുള്ളപ്പോൾ എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ ഈ കഷ്ടത്തിലൂടെ കടത്തിവിട്ടത്. അപ്പോൾ ഒരു നിരാശയുടെ ചോദ്യങ്ങളായിരിക്കും മിക്കവാറും പേർക്കുണ്ടാകുന്നത്. അപ്പോൾ ജിനുവിന്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇപ്പൊ അങ്ങനെ രോഗത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എന്ത് നിർദ്ദേശം പറയണം? നമ്മളൊരു ദൈവമക്കൾ എന്ന രീതിയിൽ നമുക്കൊരു കഷ്ടത ഉണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്. നമ്മള് യശയാപ്രവചനത്തിൽ വായിക്കുന്ന, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ അപ്പൊ വെള്ളത്തിൽ കൂടെ കടക്കും. അത് വെൻ യു പാസ് ത്രൂ ദ വാട്ടേഴ്സ്, ഇഫ് യു പാസ് ത്രൂ ദ വാട്ടേഴ്സ് എന്നല്ല എഴുതിയിരിക്കുന്നത്. സോ എവറിബഡി ഗോസ് ത്രൂ ദ വാട്ടർ. പക്ഷെ ആ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ഒടിക്കുന്ന പ്രൊവിഷൻ, അല്ലെങ്കിൽ ദൈവത്തിനെ കാണാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് അതിലെ തരണം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് പ്രയാസത്തിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ some people get better, some people become bitter എന്ന് മനസ്സിലായി. അതായത് പക്ഷെ അന്നേരം നമ്മള് എലീഷ പ്രവാചകനും അവന്റെ ദാസനും നിൽക്കുന്ന ആ സ്റ്റോറിയില് ചുറ്റും അവര് എല്ലാരും വന്ന് നിൽക്കുമ്പം എലീഷ കണ്ട കാഴ്ചയും ദാസന്റെ കണ്ണ് തുറന്നപ്പോൾ ദൈവദൂതന്മാരെ അവർക്ക് കാണാൻ പറ്റി.
അങ്ങനെ ആ ദൈവത്തിന്റെ പ്രൊവിഷൻസ്, ദൈവത്തിന്റെ ബ്ലെസ്സിങ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് ദൈവം, അത് നമ്മളുടെ കണ്ണ് തുറക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് കണ്ണ് തുറന്നു തരും. അപ്പൊ നമുക്കിതിനെ ധൈര്യത്തോടെ നേരിടാൻ, കർത്താവെ ഡോണ്ട് മേക്ക് മീ ബിറ്റർ, നമ്മൾ ബിറ്ററായി പോകാനുള്ള ചാൻസ് നമുക്കുണ്ട്. പക്ഷെ അത് ദൈവം നമ്മളെ കൃപയോടെ നിർത്താൻ വേണ്ടി അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവം തീർച്ചയായിട്ടും അത്. നമ്മുടെ ചാൾസ് ജോണങ്ങൾ എഴുതിയൊരു പാട്ടുണ്ട്, നീ തരുന്ന ശോധന വേദനകൾ നന്മ എന്ന നാളുകൾ കഴിഞ്ഞിടുമ്പോൾ നാഥ ഞാൻ അറിഞ്ഞിടുമേ. നമ്മൾ എല്ലാവർക്കും തന്നെ അറിയാം, ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നന്മയ്ക്കായി. പക്ഷെ ആ കഷ്ടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ആളുകൾ ചിന്തിക്കാറില്ല ഇത് നന്മയ്ക്കാണോ. അപ്പം നമ്മുടെ വിശ്വാസമാകുന്ന കണ്ണുകൾ കൊണ്ട് ആ നന്മയെ നമ്മൾ നേരത്തെ തന്നെ കാണാൻ ശ്രമിക്കുന്നതാണ്. ഒരുപക്ഷെങ്കിൽ നമുക്ക് ആ കഷ്ടത്തിന് നടുവിൽ നിന്നുകൊണ്ട് തന്നെ ഇത് ദൈവമാണ് ഒരുക്കിയിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ഒരു നന്മ ഇതിനകത്തുണ്ട് അല്ലെ, ആ ഒരു ചിന്ത ആയിരിക്കാം ഈ ഒരു ധൈര്യത്തിലേക്ക് അല്ലെ. അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പറയാം. ഞാൻ എപ്പോഴും ധൈര്യമുള്ളവളല്ല, ഞാനൊരു അല്പവിശ്വാസിയാ. ഓരോ ദിവസവും കൃപ വേണം. ചില സമയത്ത് ഞാൻ അതുകൊണ്ട് കാര്യം എന്നെ കാണുന്ന ആള് വിചാരിക്കില്ല, അയ്യോ ഞാൻ എന്താണ് എനിക്കിങ്ങനെ എനിക്കും വിഷമം വരാറുണ്ട്, എനിക്കും സംശയം, പ്രത്യേകിച്ച് ചെയ്യുന്ന ആളുകൾ എനിക്ക് കൂടുതൽ സംശയം വരാറുണ്ട്. സാത്താൻ നമ്മളുടെ ഓരോ ഓപ്പർച്യൂണിറ്റി നമ്മളെ തകർക്കാനായിട്ട്, നമ്മളുടെ മേളിൽ ഫിയർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് തിരിച്ച് ദൈവത്തിന്റെ അടുക്കെ പോയി ഓരോ കൃപ. പിന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സിനോട് ഞാൻ പറയും, ഐ നീഡ് പ്രേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് ഇപ്പം ധൈര്യം വേണം. കാര്യം ഞാൻ വെറും അല്പവിശ്വാസി, ധൈര്യമുള്ള ആളത് കാരണം നമ്മൾ അല്ലെ. അപ്പം പക്ഷേ അതിന് നടുവിൽ കൃപയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്, അല്ലാതെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തോ അങ്ങനെയല്ല എന്നുള്ളത് ഈ വാക്കുകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇന്നിപ്പം ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ രോഗാവസ്ഥയിലുള്ള ആളുകളെ ആശ്വസിപ്പിക്കാറുണ്ട്, പോയി ധൈര്യപ്പെടുത്താറുണ്ട്. പക്ഷെ ചിലപ്പം ഈ യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകർ എന്ന് പറയുന്ന അവര് ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലായിരിക്കും. പക്ഷെ പറഞ്ഞു വരുമ്പം ഈ രോഗത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഉള്ള വിഷമം ഡബിളായി പോകും. അപ്പൊ ഈ കേൾക്കുന്നവരോട് എന്താ ഒരു നിർദ്ദേശം പറയാനുണ്ട്? അത് ഞാൻ ഈ അസുഖത്തിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്കറിയാം എന്തേറെ നമ്മുടെ വാക്കുകൾ സെൻസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ദുരുദ്ദേശത്തോടെ അല്ലായിരിക്കും പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇതുപോലൂടെ കടന്നു പോകുന്നവരോട് പറയുമ്പോൾ എല്ലാവർക്കും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അയ്യോ നിനക്കിത് വന്നല്ലോ, അല്ലെങ്കിൽ കഷ്ടമായി പോയല്ലോ, അങ്ങനത്തെ ആ ഒരു വേർഡ്സ് നമ്മളെ എൻകറേജ് ചെയ്യുന്നല്ലോ. അപ്പം ഞാൻ ഓർക്കുന്നത്, നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുമ്പോൾ ഒരു സെക്കൻഡ് എടുത്ത് കർത്താവ് എൻ്റെ വാക്കുകൾ അവരെ എൻകറേജ് ചെയ്യാനായിട്ട് ഇടയാ. എന്നാൽ ദൈവം അത് നമ്മൾ പറയണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട്, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം, നമ്മുടെ സഭ കാണിച്ചതുപോലെ തന്നെ അതൊരു മാതൃക. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ അയൽവക്കത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിലുണ്ടെങ്കിൽ പ്രാർത്ഥന മാത്രമല്ല, അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാൻ നിങ്ങളുടെ കൂടെ അപ്പോയിന്റ്മെന്റ് വരണോ നിങ്ങൾക്ക്, അങ്ങനെ ആ ഒരു കാര്യം കൂടെ നമ്മൾ കണ്ണു തുറന്നു. അത് നമ്മൾ പൊതുവെ കരുതിക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ആളുകൾ വളരെ സിൻസിയറായിട്ടായിരിക്കും പറയുന്നത്, പക്ഷെ അത് വേദന കൂട്ടാനും അല്ലെ ഉള്ള നിരാശ വർദ്ധിപ്പിക്കാനും ഒക്കെ ഇടയായി തീരാതിരിക്കത്തക്കവണ്ണമുള്ള ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ, ദൈവകൃപയുടെ വാക്കുകൾ പറയാനും, അതുപോലെ പറഞ്ഞ പോലെ കണ്ടറിഞ്ഞ് കൂടെ നിൽക്കാനും ഇടയാകുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. കുറേ ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്, പക്ഷേ നമ്മുടെ സമയം ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഒടുവിലായിട്ട് ഒരു ചോദ്യം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ, പക്ഷെ സുബിനും ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണും, ജിനുവിനും ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം ചെയ്ത ഈ വൻ കാര്യങ്ങളെ എങ്ങനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ കഴിയും? ഒരു വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂട്ടി വ്യാപരിക്കുന്നു. സുബിന, അതിനോട് എന്തെങ്കിലും ചേർക്കാൻ? നമുക്ക് ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞത്. പലപ്പോഴും നമ്മൾ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പറയാൻ കഴിയുന്നത്. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് പറയുമ്പോഴാണ് അത് യഥാർത്ഥ സാക്ഷ്യമായി തീരുന്നത്. ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു, പ്രത്യേകിച്ച് കഷ്ടങ്ങളിലൂടെയും കഠിനമായ ശോധനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നിരാശപ്പെടേണ്ട സ്ഥാനത്ത് ദൈവം കരങ്ങളിൽ വഹിച്ചിട്ട് കൂടെ നിർത്തുന്നു എന്നുള്ളത് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ വളരെയധികം ധൈര്യപ്പെടുത്തും. ഒരു പക്ഷെങ്കിൽ നമ്മളെ കേൾക്കുന്ന എല്ലാവരും
നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഏതെങ്കിലും വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. നമുക്ക് താങ്ങാൻ കഴിയില്ല, അത് നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കടന്നു വരുവാനുള്ള സാധ്യത വളരെ ഉണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ജിനുവിന്റെ സാക്ഷ്യം പോലെയുള്ള സാക്ഷ്യം നമുക്ക് നൽകുന്ന ധൈര്യം, സമീപസ്ഥനായിട്ട് നിൽക്കുന്ന കർത്താവ്, നമ്മൾ കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മളെ വിട്ടുപോകാത്ത കർത്താവ്, ചേർത്ത് നിർത്തുന്ന, തോളിലേറ്റുന്ന, മകളെ എന്ന് വിളിക്കുന്ന ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ. ഈ സാക്ഷ്യം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പുഞ്ചിരിയോടെ ഇത്ര വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ പ്രിയ ജിനേ സഹോദരിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ മനസ്സിലൂടെ കടന്നുപോയത്. മൂതാമ്പക്കൽ കൊച്ചുകുഞ്ഞ് ഉപദേശി തന്റെ ഒരു പാട്ടിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടും. സകല മൃഗജീവജാലങ്ങളും കർത്താവിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. അവരുടെ സഹായത്തിന്, അവരുടെ ഭക്ഷണത്തിന്, എല്ലാറ്റിനും സകല ജീവജാലങ്ങളും നോക്കുമ്പോൾ നാം എത്രമാത്രം ദൈവത്തിങ്കിലേക്ക് നോക്കേണ്ടി വരും. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും വേദനയിലും നിരാശയിലും കർത്താവിന്റെ മുഖം മാത്രമേ ഉള്ളൂ നമുക്ക് ആശ്വാസമായിട്ട്. ആ മുഖം മാത്രമേ ഉള്ളൂ നമ്മുടെ രോഗത്തിലും ആരോഗ്യത്തിലും സൗഖ്യത്തിലുമെല്ലാം. നമുക്കറിയാം, നമ്മുടെ പ്രതിസന്ധിയിൽ ലോകം കൈവിട്ട് കളയും, നമ്മെ മാറ്റി നിർത്തും, ഒറ്റപ്പെടുത്തിയെന്ന് വരെ. എന്നാൽ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ഏത് കണ്ണുനീരിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നമ്മോട് ചേർന്ന് നിന്ന് നാം കേട്ടതുപോലെ ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബനം തന്ന്, എന്തു വേണം മകനെ, എന്തു വേണം മകളെ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, സൗഖ്യപ്പെടുത്തുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ആ ദൈവം ഏതാണ്ട് കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടായി. ആ പുഞ്ചിരിയുടെ അർത്ഥം അതാണ്. ആ ശക്തിയുടെ, ആ സന്തോഷത്തിന്റെ അർത്ഥം അതാണ്. പ്രിയപ്പെട്ടവർ, ഈ സാക്ഷ്യത്തിലൂടെ നാം കടന്നുപോയപ്പോൾ നമുക്കും പ്രതിസന്ധികൾ ഉണ്ടാകും. ഒരുപക്ഷെ ഇതായിരിക്കില്ല, ചിലപ്പോൾ ഇതായിരിക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ നിങ്ങൾ ലോകത്തെ നോക്കാതെ, ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ നോക്കാതെ, ഒരു ഹോസ്പിറ്റലിനെ നോക്കാതെ, മെഡിസിനെ നോക്കാതെ, നിങ്ങൾക്ക് നോക്കുവാൻ കഴിവുള്ള ഒരേ ഒരു മുഖം, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒന്നവങ്കലിലേക്ക് ഓടി ചെന്നിട്ട്, കർത്താവേ, എന്റെ പ്രശ്നം ഇതാണ്, എന്നെ ധൈര്യപ്പെടുത്തുവാൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്നൊന്ന് കരയാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ദൈവം തരുന്ന ആശ്വാസം, സന്തോഷം, ധൈര്യം അതെത്ര ശ്രേഷ്ഠമാണ്. പ്രിയദാസി ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹീതമായി തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മളോട് വിവരിക്കുകയായിരുന്നു. ദൈവം പ്രിയദാസിയെ അനുഗ്രഹിക്കട്ടെ. വോട്ട് ഓഫ് താങ്ക്സിനും മിനിസ്ട്രിയെ കുറിച്ച് ചില വാക്കുകൾ പറയുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനും കർത്താവിന്റെ ദാസൻ, മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാംഗുരിച്ചാൻ ട്രിവാൻഡ്രം അവറുകളെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന നേരം മുതൽ ഈ നിമിഷം വരെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമുക്ക് ഏവർക്കും കേൾക്കുവാൻ ദൈവം ഇടവരുത്തിയത്. ആ ടൈറ്റിൽ കാണുന്നത് പോലെ അഗ്നിശോധനയിൽ അനുഭവിച്ച ദൈവ സാന്നിധ്യം. ഈ സാക്ഷ്യങ്ങളിൽ കൂടി നാം കടന്നുപോയതാണ്. പ്രിയ സഹോദരി ജിനുവിന്റെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവ സാന്നിധ്യം എത്ര വലുതായിരുന്നു എന്നുള്ളത് ഇന്ന് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. രോഗങ്ങൾ വരുമ്പോൾ പലരും നിരാശപ്പെട്ടാണ് പോകുന്നത്. എന്നാൽ പ്രിയ സഹോദരിയെ ദൈവം താങ്ങി നിർത്തി. മാത്രമല്ല, മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യത്തിന് വേണ്ടി പ്രിയ സഹോദരിയെ നിർത്തിയ കാര്യമാണ് ഇത്രയും നേരം നാം കേട്ടുകൊണ്ടിരുന്നത്. പ്രയാസഘട്ടങ്ങളിൽ ദാലസിലുള്ള സഭയും വിശ്വാസികളും കാണിച്ച സ്നേഹം, അത് നമുക്ക് പറയാതിരിക്കുവാൻ സാധിക്കും. ആ പ്രിയപ്പെട്ടവർ എല്ലാ സഹായങ്ങളും പ്രിയ സഹോദരിക്കും കുടുംബത്തിനും ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ വിശ്വാസികളുടെ ഇടയിൽ ഒരു വെല്ലുവിളി തന്നെയാണ്. പലരും ആരെയും നോക്കാതിരിക്കുന്ന ഈ ഒരു ദിവസം, ഈ കാലഘട്ടത്തിൽ അവിടെയുള്ള ദൈവസഭ, പ്രത്യേകിച്ച് അമേരിക്കയിൽ അറിയാം, എല്ലാവരും ബിസിയാണ്. ജോലിക്ക് പോകണം, കുഞ്ഞുങ്ങളെ നോക്കണം, വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അമേരിക്ക എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് പോലും
ഒരു സഹോദരിയുടെ ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ ആ സഭ കാണിച്ച്, വിശ്വാസികൾ കാണിച്ച് ആ സ്നേഹം നമ്മള് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും അത് അധികമായി. നല്ല സാക്ഷ്യമുള്ള ഒരു സഭയാന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ് പ്രിയ സഹോദരിയുടെ സാക്ഷ്യം. തീർച്ചയായിട്ടും രോഗം വന്നവർക്കും അല്ലാത്തവർക്കും തീർച്ചയായിട്ടും അതൊരു വളരെ ഒരു പ്രയോജനപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയ സഹോദരൻ സുബിൻ സഹോദരനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേർക്കും ഇത്രയും നേരം ഈ കാൽവരിനാഥ മിനിസ്ട്രിയിൽ കടന്നു വന്ന് ആ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുവാൻ തക്കവണ്ണം അവർക്ക് ഇങ്ങനെ സാധിച്ചതിൽ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അവരെ ഇന്റർവ്യൂ ചെയ്യുവാൻ തക്കവണ്ണം സഹോദരൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് സഹോദരനെയും ദൈവം എടുത്ത് ഉപയോഗിച്ചു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. മാത്രമല്ല, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് അനേകർക്ക് ഏകദേശം 100 പേരിൽ കൂടുതൽ ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. പലരും ട്രൈ ചെയ്ത് അവർക്ക് കയറുവാൻ സാധിച്ചില്ല. അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു, ഈ ഒരു സൂം മീറ്റിംഗ് ആയിരുന്നു ഉള്ള ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കത്തില്ല. സാക്ഷ്യത്തിൽ കൂടി കേട്ടതുപോലെ കണ്ണീർ തുടയ്ക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ കാൽവരിനാഥ മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. തുടർന്നും മിനിസ്ട്രിയെ ഓർത്ത് നമ്മുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ദൈവമെങ്കിൽ അടുത്തൊരാഴ്ചയും ഇങ്ങനെ കൂടുവാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് തരട്ടെ. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഭദ്രദാസൻ സന്തോഷ് മാത്യു സഹോദരനെയും കുടുംബത്തെയും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പാട്ടുകൾ പാടി നമ്മളെ സഹായിച്ച എക്സമോൾക്കും കാൽവരിനാഥ മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് കർത്തൃദാസൻ KM ശാമുവേൽ പെരുമ്പാറ അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സമയത്തിന്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ കഴിഞ്ഞ 1 മണിക്കൂർ ഞങ്ങളായിരുന്നത് വലിയ സന്തോഷവും പ്രത്യാശയും നൽകുന്ന നല്ല സമയം അവിടെ ഞങ്ങൾക്ക് നൽകി. കർത്താവെ, ഇന്ന് സന്ധ്യയിൽ നടന്നതായ ഈ പ്രോഗ്രാമിനെ വലിയവനായ ദൈവം സഹായിച്ച് വളരെ അനുഗ്രഹത്തോടെ ഇന്ന് നടക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പ്രിയ നിന്റെ മക്കളിൽ കൂടെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. പ്രിയ സുബിന്റെയും പ്രിയ ജനുവിന്റെയും കർത്താവെ അനുഭവ കഥകൾ, വലിയ സംഭവകരമായ ഒരു ജീവിതത്തിന്റെ അധ്യായങ്ങളാണ് കർത്താവ് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. വലിയവനായ ദൈവം ആ കുടുംബത്തോട് കാണിച്ച കരുണയ്ക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വരുന്നതൊക്കെയും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം അവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യാശയിൽ കൂടെ അവിടുന്ന് അവരെ നടത്തി. കർത്താവെ, അങ്ങയുടെ മുഖം ദർശിപ്പാൻ, അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ, അങ്ങയിൽ വിശ്വസിപ്പാൻ, അങ്ങയെ ആശ്രയിപ്പാൻ വലിയ ധൈര്യവും കൃപയും കർത്താവെ ആ കുടുംബത്തിന് നൽകി കൊടുത്തത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവർക്ക് മാത്രമല്ല, അവരുടെ 3 പിഞ്ചു കുഞ്ഞുങ്ങൾക്കും കർത്താവെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ ഈ പ്രയാസങ്ങളെ അതിജീവിപ്പാൻ, തരണം ചെയ്യുവാൻ വലിയവനായ ദൈവം കൃപ കാണിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ആ സംഭവ പരമ്പര ഞങ്ങൾ കേട്ടു. അത് ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ കർത്താവെ ഒരു വ്യത്യാസം വരുത്തുവാൻ, ദുഃഖത്തിലും പ്രയാസത്തിലും രോഗത്തിലും കണ്ണുനീരിലുമായിരിക്കുന്ന ചിലരെങ്കിലും കർത്താവെ ഇന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം വരുവാൻ, പ്രത്യാശയിൽ പുതുകുവാൻ, യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി അവരുടെ വിശ്വാസം അർപ്പിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ കർത്താവെ ഈ സാക്ഷ്യം കാരണമാക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിന് കാരണമായി തീർന്ന കാൽവരി കർത്താവ് മിനിസ്ട്രീസിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ മക്കളെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നില്ല. അതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയാണ്. അത് റോയ് മാമനായിട്ട് സ്തോത്രം, അത് സന്തോഷനായിട്ട് സ്തോത്രം. അവർ കർത്താവ് ചേർന്ന് ചെയ്യുന്ന ഈ വലിയ പ്രവർത്തനം അനേകർക്ക് കർത്താവെ ആശ്വാസം അരുളുന്നതായിരിക്കാൻ, അനേകരുടെ സാക്ഷ്യം കർത്താവെ അവർക്ക് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം, അനേക നല്ല പാട്ടുകൾ കേൾക്കുവാൻ തക്കവണ്ണം ഒക്കെ കർത്താവെ ഈ മിനിസ്ട്രിയെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. അതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. പാട്ടുപാടിയ ആൾക്കായിട്ട് സ്തോത്രം, അക്സയ്ക്കായിട്ട് സ്തോത്രം. നിന്റെ മകളെയും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഇന്റർവ്യൂ എടുത്ത കർത്താവ് സഹോദരനായിട്ട് ഫിലിപ്പ് കെ ആൻഡ്രൂസിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ
അർത്ഥവത്തായ ചോദ്യങ്ങൾ ചോദിച്ച് കർത്താവെ അവരുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് കേൾക്കത്തക്കവണ്ണം അത് കർത്താവെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം എൻ്റെ മകനെ അവിടുന്ന് ഉപയോഗിച്ചല്ലോ, അതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. അയ്യോ, അവിടെ കർത്താവ് MF ഡാൾസി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള സഭയെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്ന കർത്താവെ, കുടുംബത്തിന് അത്താണിയായിട്ട് അവർക്ക് സഹായമായിട്ട് കർത്താവ് കഴിഞ്ഞ നാളുകളിലൊക്കെയും ആ സഭ അവരോട് കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുള്ള കർത്താവെ, അനേക ജീവിതങ്ങളെപ്പറ്റി ഞങ്ങൾ കേട്ട് കർത്താവെ അവർക്ക് സഹായമായി അവർക്ക് ആശ്വാസം അരുളുന്ന അനേകർ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തല്ലോ. അതൊക്കെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കണം കർത്താവെ. ഈ ദിവസങ്ങളൊക്കെ കർത്താവെ അവരെ ഓർക്കണം, അനുഗ്രഹിക്കണം. വരും ദിവസങ്ങളിലും കർത്താവെ അവിടുത്തെ പ്രത്യാശയിൽ പുതിയ വരുവാൻ ഇടയാക്കണമേ. അവർ അനുഭവിച്ച ആ സന്തോഷവും അവർ അനുഭവിച്ച മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച നന്മകളും ഓർത്ത് ഇന്ന് അവർ കർത്താവിന്റെ വേലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് അവരുമായിരിക്കുന്നില്ല കർത്താവ്. അനേകരെ സഹായിപ്പാൻ, നിങ്ങളുടെ പ്രദേശത്ത് അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ സഹായിപ്പാൻ, അനേക സംഘടനകളെ സഹായിപ്പാൻ ഒക്കെ കർത്താവെ കുടുംബത്തെ എടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നത്, ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. ഈ രാത്രി ഒരുമിച്ച് ഞങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. മഹത്വമെല്ലാം കർത്താവ് എടുക്കണം. കൽവറി മിനിസ്ട്രി ഞങ്ങൾ വീണ്ടും ദുഃഖയിലേക്ക് താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. വീണ്ടും ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഈ പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് വീണ്ടും ഒരുക്കി തരണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവെടുത്തിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കർത്താവ് ഞങ്ങളുടെ വരവിനെ കർത്താവെ എതിരേൽക്കുവാൻ തക്കവണ്ണം, അങ്ങ് എതിരേൽപ്പാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. ഇന്ന് കർത്താവ് ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട് കർത്താവ് അവരെല്ലാം തൃക്കൈയിലേക്ക് താഴ്ത്തി ഫലമേൽപ്പിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ അറിയുന്ന ഒരു കർത്താവ് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ച് അവിടുന്ന് അവരെ ആശ്വസിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകട്ടെ. പിരിയാത്ത കർത്താവ് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെ സഹായിക്കണം. സർവ്വമഹത്വം കർത്താവ് എടുത്തായിട്ട് പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും, വിശേഷാൽ കർത്താവെ ഞങ്ങൾ സാക്ഷ്യം കേട്ട പ്രിയ കുടുംബത്തോടൊപ്പവും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.